അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന്,
എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അച്ഛനായിട്ട് 40 കൊല്ലമായെന്ന് ഞാൻ നിങ്ങളോട് പറയും. പക്ഷേ 40 കൊല്ലം ആകുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഇടവക ജീവിത കാലത്ത് ഉണ്ടായ 1-2 അനുഭവങ്ങൾ ഓർക്കുമ്പോഴേ ഞാൻ അങ്ങനെയാണ് ഈ ശുശ്രൂഷ കർത്താവിലേക്ക് ഒന്ന് പിടിച്ചതാണ്. ഞാൻ ഒരു ഇടവക കൊച്ചച്ഛനും ഇടവക വികാരിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ജനം നമ്മളുടെ കൂടെ അവർ എല്ലാ കൂദാശകളും ഒക്കെ അനുസ്മരിച്ചും അനുഷ്ഠിച്ചും എല്ലാ ഞായറാഴ്ചകളിലും തന്നെ അവർ ദേവാലയത്തിൽ വരികയും കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ജനം ഈ അനുഷ്ഠാനക്രമങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒരു ജനമായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നി. കാര്യം അവരുടെ ഉള്ളിലോട്ട് ക്രിസ്തു എല്ലാവരും അല്ല, നല്ല മാന്യം മര്യാദയ്ക്ക് കത്തോലിക്കാനായിട്ട് ജീവിച്ച് ലോകത്തേക്ക് കിടക്കുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒത്തിരി മനുഷ്യർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഇങ്ങനെ പറയേണ്ടതല്ലേ. ഒരു ദിവസം ഞാൻ റോഡിൽ നിൽക്കുമ്പോഴേ ഒരാൾ ഒരു ഒറ്റക്ക് കൊടിയും പിടിച്ച്, ഒരു ചുവപ്പ് കൊടിയും പിടിച്ച് ഒറ്റക്ക് റോഡിൽ കൂടി വരുന്നു. അപ്പോൾ ഒന്നാമത്തെ ആ കാലം 87 കാലമാണ്. ഭയങ്കര രാഷ്ട്രീയ കേരളത്തിൽ പിന്നീടുണ്ടായിരുന്നുള്ള എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഡിസിസീവ് പോയിൻ്റായിരുന്ന ഒരു കാലമാണ് 87 എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് കൊടിയും പിടിച്ച് വന്നപ്പോൾ ഇയാൾക്ക് പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റോഡിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് റോഡിനരികിൽ ഞാൻ ചേട്ടാ എവിടെ പോയി, എന്താ പരിപാടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് പോയതാണ് വെച്ചാ. അപ്പോൾ പുള്ളി മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ വള്ളത്തിനെ ആരാണ്ട് എറണംകെട്ട എന്നാണ് പറഞ്ഞത്. അവരുടെ കടപ്പുറത്തെ ഒരു ലാംഗ്വേജാണ് എറണംകെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപം പിടിച്ചവൻ്റെ. വള്ളത്തിൽ മുട്ടി എനിക്കിപ്പോൾ പണിയൊന്നും കിട്ടേണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു കൊടിയൊക്കെ വെഞ്ചരിപ്പിച്ചെടുത്തുകൊണ്ട് കൊടിയൊക്കെ വാങ്ങിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ എന്താ പരിപാടിയൊക്കെ ചെയ്ത് ആ കൊടി വെച്ച് കെട്ടുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ളത് പുള്ളിയുടെ ഒരു വിശ്വാസമാണ്. വേറൊരു ഇടവക ഇരുന്നപ്പോൾ അത് എൻ്റെ ഒരു ഉറ്റ ബന്ധുവാണ്, അടുത്ത രക്തബന്ധമുള്ള ആളാണ്. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയണം അവരുടെ വീട്ടിൽ കുറേ മരങ്ങളുണ്ട്. അപ്പം ആ മരങ്ങളെ വേറെ ഒരു വീട്ടുകാരുടെ വീട്ടിലൊരു പ്രായം ചെന്ന അവിടെ അയൽവാസികളുടെ വീട്ടിൽ പ്രായം ചെന്ന വല്യമ്മച്ചുണ്ട്. അപ്പോൾ പ്രായം ചെന്ന് വല്യമ്മച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന് ഓരോ മരങ്ങൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 10-25 കൊല്ലമായിട്ട് നമുക്ക് ലോക ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഭൗമ ഉച്ചകോടിയിൽ നിന്നൊക്കെ ഫണ്ട് മുടക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ വെക്കുന്നുണ്ട്. അപ്പം അതുപോലെ പലയിടത്ത് ചെല്ലുമ്പോഴും വനവകുപ്പ് മരം കൊടുക്കുന്നുണ്ട്. ഇപ്പം കൊടുക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ മരം കൊണ്ടുവന്ന് ചെടുത്തി കൊടുക്കും. ഇവിടെയൊക്കെ അവിടെ കുഴിച്ച് വെച്ച് അവിടെ കുഴിച്ച് വെക്കുക ഇവിടെ കുഴിച്ച് വെക്കുന്നതിന് മുത്തിയാമ്മ പറയും. പിന്നെ ഇപ്പം രസത്തിൽ വെച്ചാൽ ഇപ്പം 2 വീട്ടിൽ നിറച്ച കാട് പോലെ മരം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർ ഭൂലോക അന്ധവിശ്വാസിയാണ് ഈ മുത്തിയമ്മ. മുത്തിയമ്മയുടെ കണക്കനുസരിച്ച് അവരുടെ വീട്ടിൽ നിൽക്കുന്ന മരത്തിൻ്റെ ബദൽ മരം ഈ വീട്ടിലുണ്ടായാൽ മാത്രമേ അവർക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ ഈ മരം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇവർക്കതറിയത്തില്ലേ, ഇവർക്ക് വെപ്പിക്കണ മരം. ഇവർ മരം വെച്ച് കൊണ്ടുണ്ട്. അവർ പറയും ഇന്ന മരം വെക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വല്ല മരവും ഇവർ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബദൽ മരം, അതിൻ്റെ ദോഷം അവർക്കൊക്കെ ആയിരിക്കാൻ വേണ്ടി അതിൻ്റെ ബദൽ മരം അവരെ കൊണ്ട് വെക്കും. അങ്ങനെ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം വെച്ച് അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇരുട്ടും കയറി കാടും പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഇതൊരു തരം വിശ്വാസമാണ് ശരിക്കും പറഞ്ഞു. ഇതൊരു തരം വിശ്വാസം. ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ്
ഇതുപോലെ പ്രാകൃതമായ കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഓരോരോ തരത്തിലുള്ള, ഇതിൻ്റെ കുറച്ച് ആരോഗ്യശാസ്ത്രമുണ്ട് ഇതിൻ്റെ അകത്ത്, അത് വേറെ അത് അതിൻ്റെ ലെവൽ. ആ ആരോഗ്യശാസ്ത്രം തണലിൽ അന്ധവിശ്വാസം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമേ, നിങ്ങളുടെ പലതരം വിശ്വാസങ്ങൾ. ഇപ്പോൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അത് പുതിയ താമസക്കാരാണ്, അവരെങ്ങും മലബാറിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുക. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ മരുമകൾ എന്നോട് പറയണേ, എൻ്റെ അമ്മയുടെ പരിപാടി ഇടക്കും തലക്കൊക്കെ ഈ അലമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതാണ്. അപ്പം അമ്മയോട് ചോദിക്കും, ചില സമയത്ത് അലമാരി തെക്കോട്ട് വെക്കും, തെക്കോട്ടിടുന്ന അലമാരി പടിഞ്ഞോട്ട് എടുത്ത് തിരിച്ചു വെക്കും. അപ്പോൾ അമ്മ എന്താ പറയണത്, ഇവിടെ കാശിരിക്കണില്ല കൊച്ചെന്നാണ് പറയണത്. അതിന് അലമാരി മാറ്റി നടക്കണതാണ് ഈ തള്ളയുടെ പരിപാടി. ഇവരുമൊക്കെ ഇങ്ങനെ പള്ളി വന്ന് കുമ്പിട്ട് കിടന്ന് തലകുത്തി മറിഞ്ഞ് കുമ്പസാരിക്കുകയും കുർബാനയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളി മുഴുവനും ഇതുപോലെയുള്ള പ്രാക്കപ്പെട്ട ക്രിസ്തുവിന് ഒരു വിലയുമില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ്. അത് പകുതി മുക്കാലും ആണുങ്ങളിലും ഉണ്ട്, തലമൂത്ത ചേട്ടത്തിമാരുടെ കയ്യിൽ കൂടുതലുണ്ട് ഈ വിഷയം. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറച്ചൊന്ന് കുടുംബത്തിലൊരു വെളിച്ചം കയറിയിട്ടുണ്ട്. പക്ഷേ അവന്മാരൊക്കെ ചിലരിങ്ങനെ സുവിശേഷ കാര്യത്തിലും വിശ്വാസം കമ്മിയാണ്. അത് വേറൊരു അപകടമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എത്രയാവാം, ഈ ക്രിസ്തുവിൻ്റെ മുഴുവനും ഇപ്പം ഈശോൻ്റെ വാക്കുകളെല്ലാം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കടക്കൽ കത്തിവെച്ചിട്ട് മനുഷ്യനെ ഡെലിവറി ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷെ എന്താ പറയണത്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാകും. ക്രിസ്തുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ എല്ലാ വിധത്തിലുള്ള ഓമൻസും ശകുനങ്ങളും എല്ലാത്തിനും നീ കീഴടക്കുകയാണ്. ഒന്ന് കുറച്ച് 15-20 എടുത്തേ. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അപ്പൊ സമസ്തവുമാണ്. അതുകൊണ്ടാണ് പരിച്ഛേദന അപരിച്ഛേദനൊന്നുമല്ല, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ബന്ധം ചെയ്തിട്ട് നടക്കുകയും ചെയ്യും. പഴയ സൃഷ്ടിയേക്കാൾ പുകുടന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കുടുംബങ്ങളിലുള്ളത്. 2:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതാണ് ക്രിസ്തുവിലായിരിക്കും. അപ്പം നിങ്ങൾ പഴയ സൃഷ്ടിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലല്ല. അതാ വിഷയം. നിങ്ങൾ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും മരങ്ങളും നിങ്ങൾ കാലങ്ങളും ഋതുക്കളും ആചരിക്കുന്ന പോലും സുവിശേഷത നിങ്ങൾ വ്യക്തമാക്കിയില്ലെന്ന് ചോദിക്കണത്. ഗലാത്യർ 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് സുവിശേഷത്തെ വൃഥാവിലാക്കിക്കൊണ്ട് ഇപ്പൊ കല്യാണം ഇറങ്ങാനുള്ള സമയമാണ്. നമുക്ക് ക്രിസ്ത്യൻസിന് വല്ല സമയമുണ്ടാ, പ്രാർത്ഥന തീരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങും. അപ്പം കുറേ ദുർക്കിളവന്മാർ അവിടെ നിന്നിട്ട് പെയ്തും പിരക്കും തോന്നിയ വശമൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്താണെന്ന് അറിയത്തില്ല, ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന സുവിശേഷവിധമായ പുനഃക്രമീകരണം എന്താണെന്ന് അറിയത്തില്ല. ഇവർക്കുമാർക്ക് ക്രിസ്തുവിന് വിശ്വാസമില്ല. എന്നിട്ട് വേഷം കണ്ടി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. എൻ്റെ ദൈവവേദനയെ നിനക്ക് ക്രിസ്തുവിൻ്റെ കൂടെ ലോകത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലബലാതി വിശ്വാസങ്ങളെല്ലാം നീ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം. അപ്പം പടിപടിയായിട്ട് ക്രിസ്തുവിൽ വളരുകയും നമ്മൾ ശീകരണത്തിൻ്റെ സാക്ഷിയായി കുടുംബസമേതം എന്നെയും ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. ഞാൻ കോട്ടപ്പുറം രൂപത എൻ്റെ പേര് ഷാർമി ജോൺസൺ, എൻ്റെ ഹസ്ബൻഡ് ജോൺസൺ, മക്കൾ നിർമ്മൽ ജോൺസൺ, ബിമൽ ജോൺസൺ, മൂത്ത മകൻ്റെ ഭാര്യ സോന. ഞാൻ കോട്ടപ്പുറം രൂപത സെൻറ്റ് ഫ്രാൻസിസ് സേവർ ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 30 അന്ന് എൻ്റെ മൂത്ത മകന് വിദേശത്ത് പോയി ഒരു ജോലി ആഗ്രഹിച്ചുകൊണ്ട് പേപ്പർ വർക്കുകൾ നടക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്.
മകന് വിദേശത്ത് പോകാനുള്ള ആഗ്രഹവും കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകന് വിദേശത്ത് പോയി ജോലിക്ക് വേണ്ടി പോകാൻ സാധിച്ചു. പക്ഷേ ജോലിയിൽ കയറാൻ പറ്റിയില്ല. 2-3 മാസത്തെ തടസ്സങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാമെന്നുള്ള ഇതിൽ വന്നിട്ട് കാണാൻ പറ്റിയില്ല. ആ സാഹചര്യത്തിൽ ഞാൻ ഇവിടുത്തെ കൊച്ചച്ഛനെയും ഒരു സിസ്റ്ററിനെയും കണ്ട് പറഞ്ഞപ്പോൾ അച്ഛനും സിസ്റ്ററും പറഞ്ഞ് എല്ലാം ശരിയാകും, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ്. മകൻ പോയപ്പോൾ ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. ഒരു കാശ് രൂപവും കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞാൻ കൊച്ചച്ഛനെയും സിസ്റ്ററിനെയും കണ്ടപ്പോൾ അച്ഛനും പറഞ്ഞു പ്രാർത്ഥിക്കും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ വിഷമത്തോടെ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ മകന് വിദേശത്ത് ജോലിയിൽ കയറാൻ സാധിച്ചു. അതിനുള്ള കാർഡുകൾ കിട്ടി. മാൾട്ട പോസ്റ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഇടപെടലുകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയും വേഗം ഞങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചത്. മോൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് 3ാമതായിരുന്ന മോൻ ഏറ്റവും ആദ്യം വിളിക്കാനും സാധിച്ചു അവർക്ക്. അപ്പം മോനിപ്പം മാൾട്ട പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ആദ്യത്തെ സാക്ഷ്യം അമ്മ സമർപ്പിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത മകൻ പോയപ്പോൾ ഇളയ മകനും വിദേശത്ത് പോകണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പേര് നിർമ്മൽ ജോൺസൺ. ഞാൻ അമ്മിച്ചി പറഞ്ഞതുപോലെ തന്നെ ഞാൻ മാൾട്ടയിൽ ജോലിക്ക് വേണ്ടി പോയെങ്കിലും എനിക്ക് ആദ്യം ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. ഒരു 3 മാസത്തെ ഗ്യാപ്പ് എനിക്ക് ജോലിയിൽ വന്ന്. അതിന് ഇൻ്റർവ്യൂ സമയത്ത് ഞങ്ങൾ ഒരു 4-5 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അതിൽ ഒരു ബ്ലൂ പേപ്പർ എന്ന് പറഞ്ഞൊരു ഇതാണ്. നമുക്കവിടെ കാർഡ് വേണം. മാൾട്ടയിൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലിക്ക് പ്രവേശിക്കാനും മാത്രമല്ല നമുക്ക് അവിടെ പുറത്തിറങ്ങാൻ, നമ്മുടെ വീടിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ തന്നെ നമുക്ക് ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള ബ്ലൂ പേപ്പർ എന്നുള്ളത് എനിക്ക് ആദ്യം 2 പേർക്ക് കിട്ടി. അതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്നിരുന്നാൽ പോലും മാതാവിൻ്റെ അനുഗ്രഹം മൂലം എനിക്ക് ആദ്യം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. എനിക്ക് മുന്നേ ബ്ലൂ പേപ്പർ കിട്ടിയ 2 പേരെക്കാളും ആദ്യം തന്നെ എനിക്ക് ജോലി പ്രവേശിക്കാൻ സാധിച്ചു. ഇപ്പോൾ നല്ലൊരു ജോലിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകനും ഇതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ പോകണമെന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയായിരുന്നു നടന്നത്. പക്ഷേ മൂത്ത മകൻ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കടങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇളയാക്കും പോകാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു, അമ്മയുടെ തിരുക്കുമാരൻ്റെ ഇഷ്ടം പോലെ നിറവേറിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂത്ത മകൻ പോയി 10 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇളയ മകൻ്റെ കൂട്ടുകാരൻ വഴി മാലിലേക്ക് ലോജിസ്റ്റിക്സിൻ്റെ ഒരു കമ്പനിയിലോട്ട് അവന് പോകാനുള്ള ഒരു ജോലി റെഡിയാകുകയും അവിടെ നിന്ന് ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയും. അപ്പം മാതാവിൻ്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് അമ്മയുടെ കാശ് രൂപവും ഞാൻ തൈലവും ലാപ്ടോപ്പിൽ വെച്ച് മോൻ്റെ കയ്യിൽ കാശ് രൂപവും കൊടുത്തു. ഇൻ്റർവ്യൂവിലെല്ലാം സക്സസ്സായി. അവൻ 1 മാസത്തിനുള്ളിൽ പോകാൻ അവന് സാധിച്ചു. അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായി ഞങ്ങളുടെ കുടുംബം വിശ്വസിക്കുന്നു. അവനിപ്പോൾ ഒമാനിൽ ലോജിസ്റ്റിക്സിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോന് എൻ്റെ പേര് വിമൽ ജോൺസൺ. ഞാനിപ്പോൾ ഒമാനിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. ലോജിസ്റ്റിക്സിലായതുകൊണ്ട് കുറച്ച് ജോലി ലഭിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്തായിരുന്നു കൂട്ടുകാരൻ വഴി ഒരു ഇൻ്റർവ്യൂ വന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് പാസ്സായി. പക്ഷേ സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നപ്പോൾ അത് കുറച്ച് ടഫായിരുന്നു. പക്ഷെ എന്നാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹകാലം രണ്ടാമത്തെ ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ പോയി, നന്നായിട്ട് പാസ്സായി. അത് പിന്നെ പെൻഡിങ്ങിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു മെയിൽ വന്നത്. മെയിൽ വന്നതിൽ എനിക്ക് ജോലി ലഭിച്ചു എന്നായിരുന്നു. നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. മാതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു. അമ്മയും തിരുക്കുമാരൻ്റെ ഇടപെടൽ കൊണ്ടാണ് എൻ്റെ രണ്ടാമത്തെ മകനും
അവന് സാമ്പത്തികമായിട്ടൊന്നും ഞങ്ങൾക്ക് ചിലവായില്ല. ടിക്കറ്റിൻ്റെ പൈസ മാത്രമേ ചിലവായുള്ളൂ. അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭാഗ്യം മാതാവും തിരുക്കുമാരനും തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം വിളിച്ചെന്ന് അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ മൂന്നാമത്തെ നിയോഗം എനിക്ക് വീട് പണി മക്കൾ പോയ സാഹചര്യത്തിൽ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായി മക്കളുടെ ഇതും ഞങ്ങൾക്ക് ഒരു ലോണുകളും ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് ഇപ്പോൾ മനോഹരമായിട്ടൊരു വീട് ഞങ്ങൾക്ക് പണിയാൻ സാധിച്ചു. ഇപ്പോൾ ഏപ്രിൽ 10 2026 ഏപ്രിൽ 10 ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ പണികളും തീർത്തു. അത് വെഞ്ചിരിപ്പ് നടത്തി. എല്ലാം അമ്മയുടെയും തിരുക്കുമാരൻ്റെ ഇടപെടൽ മൂലമാണ്. ഞങ്ങളതിനകത്ത് നേർച്ച വസ്തുക്കളായ ഉപ്പ്, വെഞ്ചരിച്ച ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള മണ്ണ് എല്ലാനും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ അമ്മയുടെയും തിരുക്കുമാരൻ്റെ ഇടപെടൽ മൂലമാണ്. അപ്പോൾ അത്രയും വലിയ എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു വീട് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. അതന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത മകന് ഒരു ജീവിത പങ്കാളിയെ ഒരുക്കി കൊടുക്കണമെന്ന് ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ 2026 ഏപ്രിൽ 13 എൻ്റെ മകന് ഒരു ജീവിത പങ്കാളി ഒരുക്കി അവരുടെ വിവാഹം കഴിഞ്ഞു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ഏറെ 1000 നന്ദി പറയുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളുടെ കുടുംബവും ഇനി മുന്നോട്ട് പോകണമെന്നാണ് ജീവിതകാലം മുഴുവനും. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. ഞങ്ങൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേൻ, എണ്ണ എല്ലാനും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഗവൺമെൻറ് ആസ്പത്രികളിലും മറ്റു സ്ഥലങ്ങളിലും പത്രങ്ങൾ കൊടുക്കും. ആതുരാലയങ്ങളിൽ പോയി എല്ലാവരും സന്ദർശിച്ച് അവിടെ രോഗികളെ ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ പണിയെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയായത്. പിന്നെ എൻ്റെ മകൻ്റെ വിവാഹം, ഇതെല്ലാം എൻ്റെ തമ്പുരാൻ നല്ല നിലയിൽ പെട്ടെന്ന് തീർത്ത് തന്നതിന് നന്ദി പറയുന്നു. എൻ്റെ മകൻ്റെ മകളും വിചാരിച്ച പോലെ ഒരുമിച്ച് ജീവിക്കാൻ അവർക്കൊരു അനുഗ്രഹം മാതാവ് കൊടുത്ത് ഇനിയും അവരൊരുമിച്ച് ജീവിക്കുവാൻ മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ആത്മീയ വിധം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. വീട് പണി തുടങ്ങിയതിന് ശേഷം ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ. എന്നാലും ചില പള്ളികളിൽ ഞങ്ങൾ പോക്കും മുടക്കാറില്ല. പിന്നെ വൈഫ് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഒരു ദിവസം മുടക്കാതെ പള്ളിയിൽ പോകും. വീട്ടിലെ കുടുംബ പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാം ഞങ്ങൾ മുടങ്ങാതെ നടക്കുന്നുണ്ട്. ജവമാല എല്ലാ ദിവസവും കൃത്യമായിട്ട് എത്തിക്കും. ആത്മീയ ജീവിതമായതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പ്രാർത്ഥന എത്തിക്കും, ബൈബിൾ വായിക്കും. അതെ, ഉടമ്പടിയിലായപ്പോൾ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ, അത് നമ്മൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. നമ്മൾ എന്തുമാത്രം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ യേശുവോട് ചേർന്ന് നിന്നുകൊണ്ടും അമ്മ മാതാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇനിയും ഇതേപോലുള്ള ഒരു അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അവർക്കും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അവിടുന്ന് അവരെ എന്നേക്കും അനുഗ്രഹപൂർണരാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21 6-ാം വചനമാണ്. ഉടമ്പടി ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്, ഒരു അടുത്ത ബന്ധം. ദൈവസന്നിധിയിലെ സന്തോഷം ആനന്ദിക്കാനും ആ അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ സന്നിധിയിൽ ജീവിക്കുവാനുമുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഉടമ്പടിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ അനുഗ്രഹങ്ങളുടെ ഉറവയിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും മറ്റുള്ളവർക്കും നമ്മളൊരു അനുഗ്രഹമായി മാറുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷ്യമായി മാറുകയാണ്. ഷാർമി ജോൺസൺ എന്ന സഹോദരിയും കുടുംബവും ഇന്ന് പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്നിരിക്കുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമായിട്ട് തന്നെയാണ്. കുടുംബത്തോടെ എല്ലാവരും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ ലഭിച്ചതിൻ്റെ
ഒരു കൃതജ്ഞതയായിട്ടാണ്, ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ്, നന്ദി സൂചകമായിട്ട് കുടുംബമായിട്ട് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. മക്കൾ രണ്ടുപേരെയും ഇന്ന് അവധിക്ക് വന്നപ്പോഴാണ് എല്ലാവരും ഒന്നിച്ച് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നത്. ആദ്യമായി മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ജോലി തടസ്സമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈശോയും അമ്മയും ഉടമ്പടിയിൽ ഇവരെ നിയോഗമറ്റ് പ്രാർത്ഥിച്ചതുകൊണ്ട് ഈശോയും അമ്മയും അവർക്ക് നല്ലൊരു ജോലി നൽകി. മാൾട്ടയിലെ പോസ്റ്റ് ഓഫീസിൽ നല്ലൊരു ഗവൺമെൻറ് ജോലി നൽകിയാണ് ഈശോയും അമ്മയും ഇവരെ കുടുംബത്തെ അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് ആ മകൻ്റെ വിവാഹ കാര്യവും. ഓരോ കാര്യങ്ങളും നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും ഇടപെട്ട് നടത്തി കൊടുക്കുന്നതായിട്ട് നാം കാണുന്നത്. രണ്ടാമത്തെ മകന് യൂറോപ്യൻ രാജ്യം ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ അപ്പോൾ പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്, ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് എത്രയും പെട്ടെന്ന് രണ്ടാമത്തെ മകൻ വിമലിനും പുറത്തേക്ക് പോകുവാനും ലോജിസ്റ്റിക് പോസ്റ്റിൽ ഒമാനിൽ നല്ലൊരു ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയും ചെയ്തത്. ഇവിടെ രണ്ടുപേരുടെ കാര്യത്തിലും നിയോഗം വെച്ച് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. കൂടെ മകൻ്റെ ഭാര്യയുമായുണ്ട്. നല്ലൊരു വിവാഹം നടത്തി ഈശോയും അമ്മയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഭവനം എന്നത് 2 വർഷത്തോളമായിട്ട് പണി പൂർത്തിയാകാതെ കിടന്നിരുന്നു. അതും നിയോഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഭവനം പൂർത്തിയാക്കുവാനും ഏപ്രിൽ 10-ാം തീയതി ആ ഭവനത്തിൻ്റെ വെഞ്ചരിപ്പ് നടത്തി ഈശോയുടെ അമ്മയ്ക്ക് നന്ദി പറയാനുമാണ് ഈ കുടുംബം ഇന്ന് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലായിരിക്കുന്ന മക്കളുടെ, പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു എന്നാണ് സങ്കീർത്തനം 31:19 വചനം പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ഈശോയും അമ്മയെ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നുകൊണ്ട് ഇറങ്ങി വരുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൃപാസനം ഉടമ്പടിയിലൂടെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ കർത്താവിങ്കിലേക്ക് കരം പിടിച്ച് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ നമുക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഷാർമി ജോൺസന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോമാതാവിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൽത്താരയിൽ നിത്യേന് ഒരു കോടാനുകോടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 മെയ് 24-നാണ്. എൻ്റെ മകൾ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. എനിക്ക് ലോ ഷുഗറുള്ള വ്യക്തിയാണ്. എനിക്ക് കൃപാസനത്തിൽ വന്ന് പോയ ഉടനെ തന്നെ വീട്ടിൽ ചെന്ന് ലോ ഷുഗർ മാറിക്കിട്ടി. എനിക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 8 മണിക്ക് കഴിച്ചാൽ ഉടനെ തന്നെ 12 മണി 10 മണി 11 12 ഈ സമയങ്ങളിലൊന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിറയിലും ഫുൾ ബോഡി അങ്ങ് തളർന്നു പോകണക്കാണ്. ഒരു സ്ഥലത്തും രാവിലെ പോകാൻ എനിക്ക് പറ്റത്തില്ല. ഉച്ച കഴിഞ്ഞാണ് എവിടെയെങ്കിലും ഞാൻ പോകുന്നത്. പോയി കഴിഞ്ഞാൽ എനിക്ക് വിറയിൽ കാരണം ഞാൻ വീണു പോകും. ആഹാരം തന്നെ രാവിലെ കഴിച്ച് പിന്നെ ഇടയ്ക്ക് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിറയിലാണ്. പക്ഷേ ഇവിടെ വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഒരു കുഴപ്പവും ഇല്ല. രാവിലെ ഞാൻ കാപ്പി കുടിച്ച് ഉച്ചയ്ക്ക് പിറ്റേ ദിവസം കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഷുഗർ കുറഞ്ഞില്ല. അത് കണക്ക് തന്നെ അത് പിറ്റേ ദിവസവും അതേപോലെ ഞാൻ നോക്കി. രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചില്ല, രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിച്ചു. അപ്പോഴെനിക്ക് ഇത്രയും ലോ ഷുഗർ വരുന്നില്ല. പിറ്റേ ദിവസവും ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ. എനിക്ക് ഇന്ന് വരെ ഇപ്പം ഞാൻ രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴും വരെ കഴിച്ചില്ല. എനിക്ക് ലോ ഷുഗർ വന്നിട്ടുമില്ല. എനിക്ക് 15 വർഷം കൊണ്ടുള്ള ലോ ഷുഗറാണ്. അത് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ 1 വർഷമായി, ഒരു കുഴപ്പവും ഇല്ല. അത് എൻ്റെ ആദ്യത്തെ സാക്ഷി അതാണ്. പിന്നെ രണ്ടാമത് 20 വർഷം കൊണ്ട് ഞാൻ അതികഠിനമായ തലവേദനയാണ്. ഞാൻ പാരസെറ്റമോളും ഇല്ലാതെ ഞാൻ നടക്കില്ല, അത്രയ്ക്ക് പ്രശ്നമാണ്. എനിക്കിവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഞാനിവിടുത്തെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് അമ്മയുടെ ഉടമ്പടി ചുട്ടി നെറ്റിയിൽ അമർത്തിക്കിടന്നു. അന്ന് എനിക്ക് തലവേദന മാറിയതാണ്. പിന്നെ അങ്ങനെ തലവേദന വന്നിട്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമത് എനിക്ക് 21 വർഷം കൊണ്ടുള്ള ബ്ലീഡിംഗ് ആണ്, ഭയങ്കര ബ്ലീഡിംഗ് ആണ്. അത് ഇവിടെ ഞാൻ ആദ്യം വരുമ്പോഴും എനിക്ക് ബ്ലീഡിംഗ് ആയിരുന്നു, പിന്നെ പുതുക്കാൻ വരുമ്പോഴും അത് തന്നെ ആയിരുന്നു. പക്ഷേ ബ്ലീഡിങ് അത് നിൽക്കാത്തത് കൊണ്ട്
60 ദിവസമൊക്കെ നിൽക്കും. പക്ഷേ ഞാനങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഇനി ക്യാൻസർ എങ്ങാണോ ആണോ എന്നൊരു പേടി. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ നോക്കിയപ്പോൾ ഒരു ചെറിയ മുഴ കണക്കുണ്ട്. അല്ലെങ്കിൽ എനിക്ക് PCOD ഉള്ളതാണ്. അപ്പോൾ മുഴയുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്തിട്ട് വാ, എന്തെങ്കിലും എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ ഡേറ്റ് ഇട്ട് തരികയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ച് വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഒരു മെഡിസിനും എടുക്കത്തില്ല. ഞാൻ അല്ലെങ്കിൽ എൻ്റെ 21 വർഷം കൊണ്ട് ട്രാപ്പിക് MF എന്ന് പറയുന്ന ഗുളിക ഞാൻ കഴിച്ച് തളർന്നതാണ്. ആയുർവേദിക്ക്, അലോപ്പതി എല്ലാം ഞാൻ കഴിച്ച് തളർന്നതാണ്. അപ്പോൾ ഞാൻ ഈ ട്രാപ്പിക് MF ഗുളിക കഴിച്ചില്ല. അതിന് പകരം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തേൻ, ഓയിൽ, ഒഴിഞ്ഞ ഒരു കൃപാസന ഉടമ്പടി ഒരു ഉപ്പ് ടിന്നുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മരുന്ന് കണക്ക് 3 നേരവും കഴിച്ചു. അങ്ങനെയാണ് ഞാൻ. ആ സമയത്ത് അത് കഴിച്ചിട്ടാണ് ഞാൻ ആ സ്കാനിങ് ഡേറ്റ് ഇട്ട സമയത്ത് അതേ സമയത്ത് സ്കാൻ ചെയ്യാൻ തന്നു. അപ്പോൾ അവിടെയും ഞാൻ ആ സ്കാനിങ്ങിൻ്റെ അടുത്ത് ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ് രൂപം കയ്യിൽ മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. പക്ഷേ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറുടെ അടുത്ത് എന്ന് പറഞ്ഞു, നോക്കിയ മുഴ അതങ്ങനെ കാണുന്നില്ല, പിന്നെ സ്കാനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു മെഡിസിനും ഇല്ല, പൊക്കോളാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ആ സമയത്ത് എനിക്ക് ഡോക്ടറെ കണ്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. 3 ദിവസം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്തതിൻ്റെ ആ ഒരു ബ്ലീഡിങ് ആയിരുന്നു. ഞാനങ്ങനെ 3 ദിവസവും ഞാൻ ഈ ഉടമ്പടി തേനും ഉപ്പും ഓയിലും ഉടമ്പടി തൈലുമാണ് 3 നേരവും ഞാൻ മെഡിസിന് പകരം ഞാൻ ഇത് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞ്, നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല? മരുന്ന് 3 നേരം കഴിച്ചാലല്ലേ ഗുളിക, സാധാരണ ഞാൻ ഗുളിക കഴിച്ചാലേ ഇത് 2 ആഴ്ച ബ്ലീഡിങ്ങിൻ്റെ ഗുളിക കണ്ടിന്യൂ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ബ്ലീഡിങ് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ട്രിപ്പിട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ലായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഓയിൽ, ഈ പ്രവാസന തൈലവും ഉപ്പും മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് അങ്ങനെ 3 ദിവസവും ഞാൻ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 3 ദിവസം എനിക്ക് അമിതമായ ബ്ലീഡിങ് ആയിരുന്നു. ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലീഡിങ് ആയിരുന്നു. എനിക്കങ്ങ് നിൽക്കാൻ പറ്റത്തില്ല, തലകറക്കം, ഭയങ്കര അസ്വസ്ഥതയും ശ്വാസം മുട്ട് വരെ ഉണ്ടായിരുന്നു ബ്ലീഡിങ് അമിതമായി കൂടിയതിന് ശേഷം. പക്ഷേ ഞാൻ ഈ 3 ദിവസം ഇത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ സിസ്റ്റർ എടുത്ത് മാറ്റണം. കാര്യം എന്നെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് എന്നെ നോക്കാൻ സത്യത ആരുമില്ലാത്തത് കൊണ്ട് അമ്മ മാതാവ് എന്നെ നോക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇത് കഴിച്ചത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ 4ൻ്റെ അന്ന് എനിക്ക് പൂർണ്ണമായി ബ്ലീഡിങ് മാറിക്കിട്ടി. അതിനുശേഷമാണ് ഞാൻ സ്കാനിങ്ങിന് പോയത്. ആ സ്കാനിങ്ങിൽ ഒരു പ്രശ്നം, ഡോക്ടർ പറയത്തക്ക പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞ് തിരിച്ചു വെച്ച് 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ വന്ന് ബ്ലീഡിങ്ങും ഇത് കഴിച്ചത് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ കഴിച്ചത് കൊണ്ട് ബ്ലീഡിങ് മാറിയെന്ന് സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ ഇവിടെ സിസ്റ്റർ പറഞ്ഞു 3 മാസം കൂടെ നോക്കുക എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ദൈവം ഇതിപ്പോൾ വേറെ എന്തോ എന്നെക്കൊണ്ട് അതുകൊണ്ടാണ് പോവേണ്ടി വന്നതെന്ന് ഞാൻ വിചാരിച്ചു പോയി. പിന്നെ 3 മാസം ഞാൻ അടുത്ത മാസം പീരീഡ് ആയ സമയത്ത് ബ്ലീഡിങ് സാധാ നോർമലായിരുന്നു. 2ാമത്തെ മാസം അതായിരുന്നു. പിന്നെ 3ാമത്തെ മാസം ആയപ്പോൾ 15 ഡേ നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ വീണ്ടും എനിക്ക് അമിത ബ്ലീഡിങ് ഇല്ല എങ്കിലും നിൽക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉച്ചയായപ്പോൾ ഞാൻ പോയി ഉടമ്പടി പത്രികയും കാശ് രൂപവും കൈ പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങി. ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങി. അപ്പോഴൊരു വയറ്റിലൊരു പെട്ടെന്നൊരു വൈബ്രേഷൻ കണക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് എൻ്റെ സിസ്റ്റം കാണാൻ മാറിയതാണോ, ഒന്നും അറിയാമോ, മാതാവ് എടുത്ത് മാറ്റിയതാണെന്ന് എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വീട്ടിൽ പറഞ്ഞു, എൻ്റെ സിസ്റ്റർ മാതാവ് എടുത്ത് മാറ്റിയ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാലും ഒരെണ്ണം എൻ്റെ സിസ്റ്റർ മാറിയതിനെക്കുറിച്ച് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ബാത്റൂമിൽ പോയപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലൊരു സിസ്റ്റ് പോയി. അപ്പോഴേ എനിക്ക് ഭയങ്കര മുഴയാണ് പോയതെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ഡോക്ടറെ ചെന്ന് കണ്ട്, അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് വീണ്ടും 1 മാസമാണ് ഡേറ്റ് ഇട്ടത്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതുകൊണ്ട് ഞാൻ വേറൊരു കൂട്ടുകാരി ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞു ഒരു സ്കാനിങ് ഡേറ്റ് എടുത്തു. അപ്പോൾ അവിടെ പോയി സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഹോർമോൺ ഗുളിക കഴിച്ചാൽ മാത്രമേ ഈ മുഴ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും കാണിക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല, മുഴയൊന്നുമില്ല, മെഡിസിനൊന്നും കഴിക്കണ്ട. ഡോക്ടർ എല്ലാം ഓക്കെ പറഞ്ഞു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ആഴ്ചതോറും എന്നെക്കൊണ്ട് പറ്റുന്ന പൊതികൾ
ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാ ആഴ്ചകളിലും കൊടുക്കും. കൊണ്ടുപോകുന്നതിന് മുമ്പേ മാതാവേ ഇത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാൻ, എല്ലാവരും അങ്ങനെ മേടിക്കത്തില്ല, അപ്പോഴും അർഹതപ്പെട്ടവർക്ക് മാത്രം കണ്ടുപിടിച്ച് ഞാൻ കൊടുക്കും. പിന്നെ പത്രങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന കാരുണ്യ അല്ല പൈസകളൊക്കെ കൊച്ചതായിട്ട് ചിലവാക്കും. പിന്നെ തൊട്ടടുത്ത വീട്ടിലൊരു അമ്മയ്ക്ക് ഞായറാഴ്ച തോറും അവരുടെ ആഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. ബൈബിൾ എന്ന് വായിക്കും. പണ്ട് ഈശോനെ പ്രാർത്ഥിച്ചപ്പോൾ 91 സങ്കീർത്തനം മാത്രമേ വായിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ബൈബിൾ ഫുള്ള് വായിക്കുന്നുണ്ട്. ഇപ്പം കൊന്ത ചൊല്ലാൻ ഇതിനകത്ത് നോക്കി പഠിച്ചു. പറഞ്ഞില്ല, ഞാനൊരു ഹിന്ദുവാണ്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇത്രയും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ലിജി എന്ന ഈ മകൾക്കുണ്ടായ സമാനമായ അവസ്ഥകൾ 2026 വർഷം മുൻപ് നാം സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ തൊട്ട ഒരു സ്ത്രീയാണ് നാം സുവിശേഷങ്ങളിൽ കണ്ടെത്തുന്നത്. 12 വർഷമായി അവൾക്ക് ഒരുപാട് വൈദ്യരെയും ചികിത്സകളും ചെയ്തിട്ടും അവളുടെ ബ്ലീഡിങ് നിൽക്കാത്ത ഒരവസ്ഥയിൽ അവൾ ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. തിരക്കിനോട് ഇടയിലൂടെ വന്ന് അവൾ ഈശോയെ തൊട്ടു. ഈശോയെ തൊട്ട വശം തന്നെ അവളുടെ ആ ബ്ലീഡിങ് നിന്നതായും ഈശോ ഉടനെ തിരിഞ്ഞുകൊണ്ട് എന്നെ സ്പർശിച്ചതാരാണ്, എന്നെ തൊട്ടതാരാണ് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈശോയെ തൊടുന്ന ഒരു സ്ത്രീയുടെ അനുഭവം നാം സുവിശേഷത്തിൽ വായിക്കുന്നു. ലിജി അതുപോലെ തന്നെ, ലിജിയുടെ ജീവിതാനുഭവം അങ്ങനെ തന്നെയാണ്. ഒരു അക്രൈസ്തവ മകളായ ലിജി ഇവിടെ വന്ന ഉടനെ തന്നെയാണ് ഒരുപാട് സൗഖ്യങ്ങൾ ഈ മകൾ ഏറ്റു പറയുന്നത്. 15 വർഷമായിട്ടുണ്ടായിരുന്ന ലോ ഷുഗർ ഈ മകൾക്ക് ഇവിടെ വന്ന അന്ന് തന്നെ പിറ്റേ ദിവസം ആ മകൾ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഉപവസിക്കുവാനും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും ഈ മകൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം ലോ ഷുഗർ ആയിരുന്നു ഒരുപാട് വർഷക്കാലം. അതിൻ്റെ ഒരു അസ്വസ്ഥതയിൽ ജീവിച്ച മകൾക്ക് ഇന്ന് ഈശോയെ ഏറ്റുപറയുവാനുള്ള ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, സൗഖ്യമാണ് തൻ്റെ ലോ ഷുഗറിൽ നിന്നുള്ള വലിയ വിടുതൽ. അതുപോലെ തന്നെ 20 വർഷമായിട്ടുള്ള നിരന്തരമായ തലവേദന, ഇപ്പോഴും പാരസിറ്റമോളിനെ ആശ്രയിച്ച് ഡോക്ടേഴ്സിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയ കാലഘട്ടം ലിജിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വീണ്ടും ഈ മകളെ തലവേദനയിൽ നിന്ന് സൗഖ്യപ്പെടുത്തി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ വലിയ മധ്യസ്ഥതയാണ് നാം ഈ സാക്ഷ്യത്തിൽ കാണുന്നത്. ഒരു പ്രാവശ്യം ഈ മകൾക്ക് പീരിയഡ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് 60 ദിവസത്തോളം നീണ്ടു നിൽക്കുമായിരുന്നു. എത്ര തന്നെ പിന്നെ പിന്നീട് അതൊരു സിസ്റ്റായി ഫോം ചെയ്യപ്പെട്ടു. അതെല്ലാം ഈശോയുടെ ഇടപെടലിലൂടെ, ഈശോയുടെ സ്പർശനത്തിലൂടെ, ഈശോയുടെ സൗഖ്യത്തിലൂടെ ഈ മകൾക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു എന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് ഉടൻ പരിഹാരമാണെന്ന് ലിജിക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കും. കാരണം താൻ അനുഭവിച്ച ഈശോയെയാണ്, തനിക്ക് വേണ്ടി കൂടെ നിന്ന പരിശുദ്ധ അമ്മയെയാണ് ഇന്ന് ഈ അൾത്താരയിൽ മകൾ ഏറ്റു പറയുന്നത്. രാജ്യസേവകൻ്റെ മകനെ സൗഖ്യപ്പെടുത്താനായി അദ്ദേഹം മകനെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്തണമെന്ന് ഈ രാജ്യസേവകൻ ഈശോയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നു, നീ പോയിക്കൊള്ളുക, നിൻ്റെ മകൻ സുഖപ്പെടും. അയാൾ തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ രാജ്യസേവകൻ്റെ മകൻ സൗഖ്യപ്പെട്ടുവെന്ന് ആളുടെ കൂട്ടുകാർ വന്ന് പറയുന്നതായി നാം വചനത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നാം പോകുന്ന വഴിയിലും നാം ഇവിടെ വന്ന് കാലുകുത്തുന്ന നിമിഷത്തിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും മധ്യസ്ഥവും അവിടുത്തെ സുഗന്ധാഭിഷേകവും എല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മെ കാണുകയും നമ്മെ സ്പർശിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ജീവനോടെ ദിവ്യ അൾത്താരയിൽ എന്നും നമുക്കായി സന്നിഹിതനാണ് എന്നുള്ള ഉറപ്പ് തരുന്നതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളെയും എല്ലാ രോഗാവസ്ഥകളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കാം. ഈശോ നമ്മെ സൗഖ്യപ്പെടുത്തും. ഈശോ നമുക്ക് വേണ്ടി പുത്രൻ വഴി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ വയനാട് കപ്പനിഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. പേര് ബെന്നി, ഇത് ജോയൽ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് 30 വർഷക്കാലമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഉടമ്പടി എടുത്ത് ഇവിടുത്തെ ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ച് മാറ്റം വന്നു. അത് ഇപ്പം പൂർണ്ണമായിട്ടും എനിക്കില്ല. അതുപോലെ എനിക്കൊരു
ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞങ്ങൾ 5 പേര് പോകുമ്പോൾ ഷട്ടിലടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു കാറ് വാങ്ങണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. ഞാൻ അത് നിയോഗത്തിലിട്ടു. അത് മാതാവിന് ഒരു കാറിങ്ങനെ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഒരു ഇത് വന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ കാറ് ഞങ്ങൾക്ക് വാങ്ങിത്തരികയാണെങ്കിൽ അതിൽ അടയാളം വേണം, അമ്മ വാങ്ങിത്തരുന്നതിനായിട്ട് ഒരടയാളം അവിടെ ചെല്ലുമ്പം. അപ്പോൾ ചെന്ന് കാറ് കണ്ടു. എനിക്കിഷ്ടം വെള്ളയാണ്, ഞാൻ വെള്ള വാഗണർ. അപ്പോൾ അതിൻ്റെ പുറകിൽ സെൻറ്റ് മേരീസ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു, സാധാരണ വണ്ടികളിൽ സെൻറ്റ് മേരീസ് എന്നൊക്കെ പേര് എഴുതാറുണ്ട്, അതുപോരാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചുറ്റും നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ഡ്രൈവറുടെ സീറ്റിൻ്റെ മുന്നിലുള്ള മിററിൽ കൃപാസന മാതാവിൻ്റെ ചിത്രത്തോടു കൂടിയ ഒരു കൊന്ത. ഞാനവിടെ അന്വേഷിച്ചപ്പോൾ ആ വീട്ടുകാർ കൃപാസന മാതാവുമായിട്ട് ബന്ധം അവിടെ സാധ്യതയില്ല, കണ്ടിട്ടില്ല, അവിടെയൊന്നും അവർ ഉടമ്പടി എടുത്തവരുമല്ല. പക്ഷേ അതിൽ ആ കൊന്ത കണ്ടു. പിന്നെ ഞങ്ങൾ വില ചോദിച്ചു. വിലയിലൊക്കെ വളരെ ഞങ്ങൾക്ക് അനുകൂലമായ വില, കുഴപ്പമില്ല, വാഹനം വാങ്ങി. അങ്ങനെ ഒരു 1.5 കൊല്ലം ആ വാഹനം ഞങ്ങളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനത്തിൽ ഞാൻ ഏറ്റവും ആദ്യം അതിലേക്ക് വാഹനത്തിൽ വെച്ചത് നമ്മുടെ ഇവിടുത്തെ ഉടമ്പടി പത്രവും വിശുദ്ധ തൈലവും ഉപ്പുമാണ്. ഇത് 3 ഞാൻ വാഹനത്തിൽ വെച്ചതിന് ശേഷമാണ് ആ വണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെ. അതിന് ശേഷം അതൊരു 1.5 കൊല്ലം ഉപയോഗിച്ചു. 1.5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു പിന്നെ കാരുണ്യ പാലിയേറ്റീവിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പം ഉച്ച കഴിഞ്ഞ് ഒരു 2:45 സമയത്ത് എനിക്ക് ഒരു 2 വളവുണ്ട്, നല്ല കൊടും വളവാണ്. ഇതിൽ ആദ്യത്തെ വളവ് വളഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, രണ്ടാമത്തെ വളവ് വളഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. ആ വളവിൽ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആ വളവ് വളഞ്ഞ് വണ്ടി ഒരു മരത്തിന് പോയി ഇടിക്കുകയായിരുന്നുണ്ടായേ. അത് ഇടിച്ച് വണ്ടി മറിഞ്ഞു. വണ്ടി മറിഞ്ഞിട്ട് ഈ ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും ഉടമ്പടി പത്രവും ഒരു കോപ്പി എപ്പോഴും എൻ്റെ വണ്ടിയിലുണ്ടാവും. അതുപോലെ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ട്. ഞാൻ ആ വാഹനത്തിൽ പിന്നെ സുരക്ഷിതമായിട്ട് ഞാൻ ആ വാഹനത്തിൽ എവിടെയും ഒരു മുട്ടുവോ തട്ടുവോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആ വാഹനത്തിൽ വളരെ സുരക്ഷിതനായിട്ടിരുന്നു. വണ്ടി ഇടിച്ച് മറിഞ്ഞ് വണ്ടി നന്നാക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. വണ്ടി അത് വാഹനത്തിൽ വാഹനത്തിൽ വേറെ വാഹനത്തിൽ കയറ്റിയാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വന്നത്. ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പുകാരൻ നോക്കി കഴിഞ്ഞ് വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു, ഇനി നീ ഈ വണ്ടി നന്നാക്കണ്ട, ഇത് നീ മാറ്റി വേറെ വണ്ടി എടുക്കുക നല്ലത്, വണ്ടി നന്നാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടായി. ഞങ്ങൾ വീണ്ടും ബൈക്കിൽ ഷട്ടിലടിക്കാൻ തുടങ്ങി. മാതാവിനോട് പറഞ്ഞു, അമ്മേ നിൻ്റെ ഇഷ്ടമാണ്, എന്ത് പരിപാടിക്ക് എന്ത് കേസിട്ട് പോയാലും ഞാൻ അമ്മയോട് അഭിപ്രായം പ്രാർത്ഥനയോടുകൂടി ചോദിച്ചിട്ടാണ് ഇറങ്ങുക. അങ്ങനെ വീണ്ടും ഇതായി. അപ്പോൾ ഈ വണ്ടി മറിച്ച് വിൽക്കാനും പറ്റില്ല അത്ത ഒരവസ്ഥയിൽ. അപ്പോൾ അത് ആക്രിക്കാർക്ക് കൊടുക്കുന്ന രീതിയിലായി, ചെറിയ പൈസ കിട്ടുള്ളൂ. അങ്ങനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതേ വണ്ടി തന്നെ മാറ്റി വേറെ എക്സ്ചേഞ്ച് ആയിട്ട് എനിക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അമ്മ എനിക്കതൊരു അനുഗ്രഹം പോലെ കൊണ്ടുതന്നു. അങ്ങനെ ഫൈനാൻസിനെ സമീപിച്ചു. ബാങ്കിൽ നിന്ന് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ബാങ്കിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടായിരിക്കും, ഒത്തിരി രേഖകൾ വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ഒരു ഇത് ഉപേക്ഷിച്ചു. ഫൈനാൻസിനെ സമീപിച്ചു. ഫൈനാൻസുകാർ വീട്ടിൽ വന്നു ഒരു വലിയ ബുക്കാണ് കൊണ്ടുവന്നത് ഒപ്പിടാൻ വേണ്ടിയിട്ട്. ഞാനതിൽ ഒപ്പിടുന്ന രീതിന് മുമ്പ് അവർക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ വരാൻ തുടങ്ങി. ഞാനതിൻ്റെ മാതാവിൻ്റെ വിശുദ്ധ ഉപ്പ് എടുത്ത് അവർ കാണാതെ തന്നെ ഞാനതിൽ പരട്ടി. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ലാസ്റ്റ് അവരെന്നോട് പറഞ്ഞു, ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അമ്മ ഇതിനകത്ത് എന്തോ ഇടപെടുന്നുണ്ട്, നമുക്കൊന്ന് ബാങ്കിൽ വെറുതെ പോയി നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും വേണമെന്നാണല്ലോ പറഞ്ഞത്, പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ അപ്പം തന്നെ അവർ പോയ ഉടനെ പുറകെ ബാങ്കിലേക്ക് പോയി. ബാങ്കുകാർ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ അന്ന് തന്നെ പോയി. ചെന്ന് മാനേജരോട് ഞങ്ങളിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചതിനിടയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു, ഞാനൊരു വാഹനം വാങ്ങാനാണ്, എനിക്കൊരു ലോണ് കിട്ടാൻ സാധ്യതയുണ്ടോ? അവർ മാനേജരോട് പറയാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ മാനേജരോട് ചെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, കാശ് രൂപം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, എൻ്റെ കഴുത്തിൽ എപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, അമ്മയെ ഇടപെടണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാനേജറുടെ അടുത്ത് നിന്ന് മാനേജരോട് ചോദിച്ചപ്പോൾ മാനേജർ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം തന്നെ മാനേജർ വേഗം എൻ്റെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, 10 ലക്ഷം രൂപ മതിയോ? ഇങ്ങനെ എന്നോട് ഒറ്റ ചോദ്യമാണ്, 10 ലക്ഷം രൂപ മതിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 10 ലക്ഷം മതി. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒന്നുമില്ല, വേറെ കേസ് കെട്ടുകളൊന്നുമില്ല, എല്ലാം നിനക്കിപ്പം പൈസ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, എല്ലാ രേഖകളും റെഡിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അമ്മ അപ്പം തന്നെ എനിക്ക് അതിൻ്റെ പൈസ റെഡിയാക്കി തന്നു. അങ്ങനെ പുതിയൊരു വണ്ടി എനിക്ക് അമ്മ വഴിയായി എനിക്ക് ലഭിച്ചു. പിന്നെ എനിക്കൊരു ദിവസം പറമ്പിൽ ഞാനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ എനിക്ക് ഉള്ളിലിങ്ങനെ ഒരു തോന്നൽ വരികയാണ്, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ വിശ്വാസപ്രമാണം ഉരുവിടാൻ തുടങ്ങി. ഇങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. അപ്പോൾ ആ ഫോൺ വന്നത് അതിൻ്റെ ഒരു ഇടവേള ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മരത്തെ കയറിയപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ തടിക്കാൻ തുടങ്ങി. എൻ്റെ മുഖവും തലയും എൻ്റെ കാവുകളും ചുണ്ടൊക്കെ തടിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരം മൊത്തത്തിലൊരു ഇത് വന്നു. മരത്തിന് വന്ന് കയറി രണ്ടാമത്തേതിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ആരോ ഉള്ളിലിരുന്ന് പറയാൻ തുടങ്ങി, ഇറങ്ങിപ്പോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പിന്നെ കയറിയില്ല, ഞാൻ പിന്നെ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ മോളും ഭാര്യയും പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഭയങ്കരമായിട്ട് എൻ്റെ ശരീരം മൊത്തം വീർത്തു, കവിളൊക്കെ ചുണ്ടൊക്കെ തടിച്ചായിരുന്നു, ചെവിയൊക്കെ തടിച്ചു, കണ്ടു കഴിഞ്ഞാൽ പേടിയാവും, അതുപോലെയായി. ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്കണം, എന്തോ പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം മേത്തൊഴിക്കുമ്പം ഈ തീക്കനലിലേക്ക് വെള്ളം ഒഴിക്കും പോലെ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് ഭയങ്കരമായ ഹീറ്റ്. ഞാൻ കുറേ വെള്ളം കോരി മേത്തൊഴിച്ചു. വേറെ സോപ്പൊന്നും ഇടേണ്ടി വന്നില്ല, കാരണം വെള്ളം നിൽക്കില്ല, അതുപോലെ ചൂടാവുക. ഞാൻ പിന്നെ തോർത്തിയിട്ട് വേഗം വിശുദ്ധ തൈലം എടുത്ത് നെറ്റിയെ പുരട്ടി ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കപ്പിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ വിശുദ്ധ ഉപ്പ് അതിലിട്ട് കലക്കിയിട്ട് ഞാൻ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം എടുത്ത് ഒരു ധ്യാനം എടുത്തു വെച്ചു. ധ്യാനം ഫസ്റ്റ് മുതൽ ഞാൻ ഈ വെള്ളം ഗ്ലാസ്സിൽ കുറച്ച് ഒഴിക്കും, ആ ധ്യാനം അവിടെ ഇരുന്ന് കേൾക്കും. ആരാധനയുടെ സമയത്ത് ഞാൻ ഉറക്കെ ആരാധനയ്ക്ക് സ്തുതിക്കുന്ന സമയത്ത് ഞാനും ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ധ്യാനം തീരുന്നതിന് മുമ്പ് ഓരോ സ്തുതിപ്പുകളും വരുമ്പോഴും ഞാൻ ജോസഫ് അച്ഛൻ സ്തുതിക്കുന്ന സമയത്ത് ഞാൻ സ്തുതിക്കുമ്പോൾ എൻ്റെ ശരീരത്തു നിന്ന് ഒരു കുളിരിങ്ങനെ പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. ആ കുളിരിങ്ങനെ പോകുന്ന ആ ധ്യാനം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തുണ്ടായ തടിപ്പും ആ ബുദ്ധിമുട്ടും ആ വിഷമങ്ങളെല്ലാം മൊത്തം ആ ധ്യാനത്തിൻ്റെ അവസാനം തീർന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു അനുഗ്രഹം. നമ്മൾ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, അത് അനുഭവിക്കുമ്പോഴത് ശരിക്കും അത് നമുക്ക് കുളിരിങ്ങനെ പോകുന്നത് പോലെ നമുക്ക് തോന്നും. അതനുസരിച്ചത് എനിക്ക് കുറയുന്നുണ്ടോ എനിക്കറിയത്തില്ല, പക്ഷെ കാണുന്നവർക്കറിയാം അത് ശരീരത്തിൽ എനിക്ക് കുറഞ്ഞു എനിക്ക് ഫീല് കുറയാൻ തുടങ്ങി, എൻ്റെ ശരീരം ഹീറ്റിങ് കുറയാൻ തുടങ്ങി. ഞാൻ ഈ വെള്ളവും കുടിച്ച് ധ്യാനം എത്തിയോണ്ട് വേറെ ഒരു കേസിന് ഞാൻ ഇടപെട്ടില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്ന് ആ ധ്യാനത്തിൽ മാത്രമായിട്ടിരുന്നു. ആ സമയം നമുക്ക് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല, ഒരു തിക്കുമുട്ട് ഉണ്ടാവുക എന്ന് പറയും, ശരീരം നീര് വെച്ചിട്ട്. അപ്പോൾ ആ ഇത് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ധ്യാനം തീർന്നപ്പോഴത്തേക്കും എനിക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മോന് ദുബായിൽ ജോലി ലഭിച്ച അവൻ തന്നെ പറയും. എൻ്റെ പേര് ജോയൽ മാത്യു, എൻ്റെ പപ്പയാണ്. ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത് ദൈവപിതാവിൽ നിന്ന് പുത്രൻ വഴി പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് നേടുന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷികളായിട്ടാണ്. ആദ്യമായി തന്നെ ഞാനിവിടെ ആദ്യം വരുന്നത് 2023 ഒരു ജൂലൈ മാസമാണ്. ഞാൻ ദുബായിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഞാനിവിടെ വന്ന് ആ മൂലയ്ക്കിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊന്നും ഞാൻ ഉടമ്പടി എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. അതിനു മുന്നേ ഞാൻ മമ്മിയോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, പപ്പയും എടുത്തു. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് ജോലി കിട്ടി. പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് അവിടെ തുടരാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കുകയും പിന്നെ ജോലിക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല, എൻ്റെ വിസ തീർന്നു. അപ്പോൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് എൻ്റെ മാമനാണ്, പപ്പയുടെ കസിനാണ്, ഞാൻ മാമാണെന്നാണ് വിളിക്കുന്നത്. അങ്കിളാണ് എന്നെ കൊണ്ടുപോയത് അവിടെ. അപ്പോൾ അങ്കിൾക്കും ഒരു ടെൻഷനായി എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ പപ്പയും മമ്മിയും എന്നോട് ഒരു ദിവസം പറഞ്ഞു, എടാ നീ ഉടമ്പടി എടുക്ക്, ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതെടുക്ക്, നമുക്ക് നോക്കാം, ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ, നീയും എടുക്ക്. ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ നിന്ന്
ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി പ്രാർത്ഥനയും അതുപോലെ ധ്യാനവും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, സാക്ഷ്യങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് ജോലി കിട്ടിയില്ല. ഞാൻ എന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തോ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ വരാൻ തുടങ്ങി. 4 ഇൻ്റർവ്യൂ എനിക്ക് അടുപ്പിച്ച് വന്നു. 4 ദിവസങ്ങളായിട്ട് നടന്നു. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച അത്രയും വലിയ കമ്പനികളിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ്. കാരണം അത്രയും നാൾ ഞാൻ വിശ്വസിച്ചത് ഇല്ല, കിട്ടില്ല, ഇനി ഒന്നും കാരണമില്ല. ഞാൻ മമ്മിയോടും പപ്പയോടും പറയുന്നത്, പപ്പേ വെറുതെയാണ്, നമുക്കിത് കിട്ടൂല, ഞാൻ ശ്രമിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ പ്രാർത്ഥനയോട് കൊണ്ട് കാര്യമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്നെ അവിടുന്നാണ് എന്നെ ആ തിരുത്തി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ശരിക്കും എൻ്റെ ജീവിതത്തിലുള്ള ടേണിംഗ് പോയിൻ്റാണ് ഞാൻ ഇപ്പോഴും പറയുന്നു. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കമ്പനിയിൽ. 4 കമ്പനിയിലും പോയി. ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് ആ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പറ്റി. ഞാൻ ഉപ്പും തൈലവും ഈ രണ്ടും ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തത്. ഞാൻ ഇൻ്റർവ്യൂ കയറുന്നതിന് മുന്നേ ഇൻ്റർവ്യൂ ഹാളിന് തൊട്ട് മുൻപ് ഞാൻ ഉപ്പെടുത്ത് എൻ്റെ കയ്യിൽ പുരട്ടി. എന്നിട്ട് അതിൽ കയറുന്ന തൊട്ട് മുന്നേ ഞാൻ ആ ഹാളിൽ അവർ കാണാതെ ഞാൻ ഇട്ട് അങ്ങനെ കയറി ഇൻ്റർവ്യൂ പാസ്സായി. അവസാനം ഞാൻ പപ്പയോട് വിളിച്ചു പറഞ്ഞു, പപ്പയെ എനിക്ക് ജോലി കിട്ടും, ഉറപ്പാണ്. അത്ര എനിക്ക് ധൈര്യം വന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു. പരിശുദ്ധ അമ്മ ദൈവപിതാവിൽ നിന്ന് എനിക്ക് നേടിത്തുന്ന സാക്ഷ്യത്തിന് അത്രയും വലിയ സാക്ഷിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഞാൻ നന്ദി സൂചകമായി ഞാൻ ഇവിടുന്ന് തീർത്ഥാടന ഉടമ്പടി ഇരിക്കുകയും ഇന്ന് അതിൽ 2ാമത്തെ പുതുക്കലാണ്. ഞാൻ 2 വർഷമായി ഇപ്പോൾ ദുബായിൽ നിൽക്കുന്നു. സെയിം കമ്പനിയാണ്, ഒരു കുഴപ്പവുമില്ല. എല്ലാ തരത്തിലും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എനിക്ക് ഒരു ദൈവത്തോട് ഈശോയോടാണ് ഞാനെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ഇവിടെ വച്ചാണ് അമ്മയോട് പ്രാർത്ഥിച്ചാലേ ഈശോ കേൾക്കുകയുള്ളൂ എന്നൊരു ചിന്ത എനിക്ക് വന്നത് ഇവിടെ വച്ച് തന്നെയാണ്. അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റാണ് ഈ കൃപാസനം. ഇത്രയും നല്ല അനുഗ്രഹം നേടുത്തുന്ന എൻ്റെ കുടുംബത്തിനും എനിക്കും ഇത്രയും നല്ല അനുഗ്രഹം നേടുത്തുന്ന പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന പ്രസാദപര മാതാവിന് 1000 നന്ദി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണേലും ഞങ്ങൾ വൃദ്ധമന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സാമ്പത്തിക സഹായം, ഭക്ഷണം അത് കൊടുക്കുക. അതുപോലെ കൃപാസന പത്രമാണേൽ ഞാൻ വീടാന്തരം കയറി വീടുകളിൽ കൊടുക്കുന്നത് എനിക്കിഷ്ടം. വീടുകളിൽ ചെന്ന് കയ്യിൽ കൊടുക്കണം. വീട്ടിൽ ആളില്ലെങ്കിൽ ഞാൻ കൊടുക്കാറില്ല. വീട്ടിൽ ചെന്ന് അവരുടെ കയ്യിൽ കൊടുത്ത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം പറഞ്ഞിട്ട് അവരോടൊന്ന് മിണ്ടി പറഞ്ഞ് അങ്ങനെ പോരുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ കൊടുത്ത് അങ്ങനെയാണ് അത് ചെയ്യാറ്. കൃപാസന മാതാവിനും തിരുകുമാരനും പിതാവായ ദൈവത്തിനും 100,000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 68, 19, 20 തിരുവചനങ്ങൾ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ഷിബു ജോസഫ് എന്ന ഈ സഹോദരനും മകനും കുടുംബത്തിൽ ലഭിച്ച നിരവധിയായ കൃപാസനം സംരക്ഷണത്തിന് നന്ദി പറയുകയാണ്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ അമ്മയുടെ അരികിൽ സമർപ്പിക്കുന്നുവോ ഓരോ വിഷയത്തിനും സവിശേഷമായ ഇടപെടലും അത്ഭുതകരമായ രക്ഷപ്പെടലുകളും ജീവിതത്തിന് മേൽഗതിയും കുടുംബത്തിന് ലഭിച്ചതാണ് ഇവർ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. അത് കാറ് വാങ്ങുന്നതിനാണെങ്കിലും അതിൻ്റെ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെടുത്തലാണെങ്കിലും അപ്പച്ചൻ വളരെ സുന്ദരമായി പറഞ്ഞു. കാറ് വാങ്ങുവാൻ പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ അടയാളം വേണമെന്ന് ആഗ്രഹിച്ചു ചെന്നു. അവിടെ ഉടമ്പടിയുമായൊന്നും വലിയ ബന്ധമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ കാറിൽ കൃപാസനം ജപമാല കണ്ടുകൊണ്ട് അത് അമ്മ നൽകിയ അടയാളമായി സ്വീകരിച്ച് സ്വന്തമാക്കുന്നു. കാറ് അപകടത്തിൽപ്പെടുമ്പോൾ പോറലേൽക്കാതെ കുടുംബാംഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അതെങ്ങനെ മറ്റൊരു വാഹനം സ്വന്തമാക്കുമെന്ന് കരുതി അതിൻ്റെ വിവിധ പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ അമ്മ മാതാവ് തന്നെ വഴിയൊരുക്കി കൊടുത്ത് എക്സ്ചേഞ്ചിനുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച് ആ പദ്ധതിയെയും സുരക്ഷിതമായി അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം മകൻ്റെ ജോലിയെയും അമ്മ മാതാവ് സവിശേഷമായി സംരക്ഷിച്ചതും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് കൈമാറുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തോട് ചേർന്ന് ഒരാലോചന നടത്തുവാനുള്ള അവസരമാണ്.
ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പോരായ്മയായി നമ്മളിൽ കാണുന്നുവെങ്കിൽ അവ ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് കുറേ കൂടി ഹൃദയശുദ്ധിയുള്ള, വിശ്വസ്തതയുള്ള, ദൈവസ്നേഹമുള്ള ഒരു ജീവിതം നയിക്കുവാൻ മരിയൻ ഉടമ്പടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പച്ചൻ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു, ഓരോ വീട്ടിലും കൃപാസനം പത്രം കൊണ്ടുവന്ന് കൊടുത്ത് തനിക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് എത്രത്തോളം അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഈ നാളുകളിൽ അനുഗ്രഹത്തിൻ്റെ പേമാരി ലോകം മുഴുവനും ചൊരിയുന്നുവെന്ന് ബോധ്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പങ്കുവയ്ക്കുവാൻ തൻ്റെ കുടുംബത്തിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും നേരിൽ കണ്ട് കൃപാസനം പത്രം കൈമാറുമ്പോൾ അത് നല്ലൊരു സുവിശേഷ പ്രവർത്തനമായി എനിക്ക് മാറുകയും ചെയ്യുന്നുവെന്ന് മകൻ സൂചിപ്പിച്ചു. ഇവിടെ അമ്മയും അപ്പനും ഉടമ്പടി എടുത്തവരാണ്. അവരോടൊപ്പം ഇവിടെ വരുമ്പോൾ എനിക്ക് അത്ര വലിയ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യം നടക്കുമോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് വിസ കാലാവധി തീർന്ന് നാട്ടിലേക്ക് പോരുവാനായപ്പോൾ അപ്പനും അമ്മയും ഒരുപോലെ പറഞ്ഞു, ഒന്ന് നീ ഓൺലൈൻ ഉടമ്പടി എടുക്ക്. ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന പറഞ്ഞതിനോട് ഒന്ന് ഹൃദയം ചേർത്ത് വെച്ച് എടുത്ത ദിവസം 4 ജോലിയിടങ്ങളിൽ നിന്ന് അന്വേഷണം വരികയും ഏറ്റവും മികച്ച ജോലി 2 വർഷമായി തുടരുവാൻ തക്കവിധം അമ്മ മാതാവ് മകനെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി ഒരിക്കലും നമുക്കൊരു നഷ്ടക്കച്ചവടമാവില്ല. ഉടമ്പടി എപ്പോഴും അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ ദൈവം ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും അനുഗ്രഹം ചൊരിയുന്നതിന് സമയച്ചുരുക്കത്തിൽ നമ്മളെ സഹായിക്കുകയും മേൽഗതിയിലേക്ക് നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ മാത്രമേ നമുക്ക് നൽകൂ. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് ഉറപ്പാണ് ദൈവത്തിൻ്റെ കരുണയും കൃപയും ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മളെ നിരന്തരം സഹായിക്കുമെന്ന്. എളിമപ്പെട്ട് വിശുദ്ധിയിലും വിശ്വസ്തതയിലും ഉടമ്പടിയിൽ നമുക്ക് കൂടുതൽ ശരണപ്പെട്ട് ജീവിക്കാം. അത് നമ്മുടെ ജീവിത വിഷയങ്ങളെ ദൈവ തിരുമുമ്പിൽ അമ്മ മാതാവ് സമർപ്പിച്ചുകൊണ്ട് നേടിത്തരുന്നതുവരെയും നമ്മളെ നയിക്കും, സന്ദേശങ്ങൾ നൽകും, കൂടെ നിന്ന് പ്രത്യാശയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ജോസി, ഞാൻ എരുമേലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മെയ് 14, 2022. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരെ പോലെ തന്നെ OET ആണ്. OET എഴുതി ഒരു 3-4 വട്ടം എഴുതി മടുത്ത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ചോദ്യം കേട്ടു, എന്നു പോകും, പരീക്ഷ ജയിച്ചോ, എന്തായി എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കി OET എഴുതാൻ എന്തെങ്കിലും എക്സാം അല്ല പ്രെയർ ഉണ്ടോ എന്ന്. ആ ടൈമിൽ അതിലേക്കൊരു സാക്ഷ്യം വന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്, എന്നെപ്പോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ OET എഴുതി മടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പാലിച്ച് OET പാസ്സായി അയർലൻഡിലേക്ക് പോയ സാക്ഷ്യമായിരുന്നു അത്. അത് കണ്ടിട്ട് ഞാൻ പിന്നെ അതിൽ തന്നെ പിന്നെയും പറയുന്നുണ്ട്, മാതാവിനെ കണ്ടു, മാതാവിൻ്റെ ആ ഒരു പ്രസൻസ് അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം. കാരണം ഞാൻ അറിയുന്ന ദൈവം അതെങ്ങനെ മുന്നിൽ കാണാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയമായി. അങ്ങനെ ഞാൻ വീണ്ടും കുറേ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്കൊരു ആലോചന വന്നു, ഞാനും ഉടമ്പടി എടുക്കാമെന്ന്. ഞാൻ ആ സമയത്ത് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തത്. അപ്പം അവിടെ വെച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും എൻ്റെ മനസ്സിലൊരു ഡൗട്ട് വന്നു, ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ തന്നെ തീരുമാനിച്ചു, ഇല്ല, ഞാൻ ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ എൻ്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. പിന്നീട് പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് OET എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. OET എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് സെയിം ഒരുപാട് ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്താകും എന്ന് എല്ലാം ഞാൻ മാതാവിൽ ഏൽപ്പിച്ചു. ഡെയിലി ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതചര്യ എന്ന് പറയുന്ന എല്ലാം ഞാൻ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. എക്സാമിന് പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, എനിക്കിനി എഴുതാനായിട്ട് ആ ഹോളിൽ തന്നെ പോകാനായിട്ട് എൻ്റെ ദൈവമേ എന്നെ അനുവദിക്കല്ലേ എന്ന്. ഞാൻ ഒരു പേപ്പറിൽ ഈ കാര്യം എഴുതിയിട്ട് ഞാൻ വലിച്ചു കീറി കളഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, പത്രമൊക്കെ ഒരുപാട് എത്തിക്കുമായിരുന്നു.
എല്ലാവരിലേക്കും. എന്നിട്ട് OET എക്സാമിൻ്റെ ഹാളിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ എക്സാം എഴുതിയിട്ട് എൻ്റെ കാശുരൂപം വെച്ചിട്ട് ഓരോ പാരഗ്രാഫിലും വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ കിട്ടിയ സമയത്ത് അത് കഴിഞ്ഞ് എനിക്കതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങണം. പ്രോസസ്സിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ ഞാൻ സമീപിച്ചു. അവരെന്നോട് പറഞ്ഞു ഓൾമോസ്റ്റ് 15 ലക്ഷമാകുമെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ സേവിങ്സ് ആയിട്ട് ഒരു 5 പൈസ ഇല്ല. ഞാൻ മാതാവിനോട് പിന്നെയും പറഞ്ഞു, നിന്നെ മുന്നിൽ കണ്ടിട്ട് ഞാൻ ഈ പ്രോസസ്സിങ് തുടങ്ങുന്നതെന്ന്. അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടുന്ന പൈസ എല്ലാം എൻ്റെ മാതാവ് എങ്ങനെയൊക്കെയോ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസിയിൽ നിന്നൊരു കാര്യം പറഞ്ഞു, 3.5 lakhs ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 6 month മെച്യൂരിറ്റി ഉള്ളത് വേണമെന്ന്. ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 3.5 lakhs ഇട്ടിട്ട് വെറും 1 മാസമേ ആയിട്ടുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് വന്ന ഒരു ക്യാപ്പിൻ്റെ കോഴ്സിൻ്റെ ഓഫർ ലെറ്റർ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി. എനിക്ക് മെച്യൂരിറ്റി കാണിക്കാൻ പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് ഡിപ്രസ്ഡായി. പക്ഷേ എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ പിന്നെയും കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, എല്ലാം ഫുൾ സ്റ്റോപ്പായി. പിന്നെയും ഞാൻ 6 മാസം വെയിറ്റ് ചെയ്യണം എൻ്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് മെച്യൂരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാതാവിനോട് രാവും പകലും ഇല്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് മെഴുകുതിരിയിൽ കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞതിൻ്റെ 1 week ഡിഫറൻസിൽ എനിക്ക് പിന്നെയും എൻ്റെ ഏജൻസിയിൽ നിന്ന് കോള് വന്നു. അവർ പറയുക ഒരു സ്പോൺസർഷിപ്പ് വിസയുണ്ട്, പക്ഷെങ്കിൽ അത് നീ ചൂസ് ചെയ്യുവാണെന്ന് വരില്ല. 3 stage ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കുറച്ച് കഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്, എനിക്ക് പോയാൽ മതി, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അവരെനിക്ക് എല്ലാം അതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രോസസ്സിങ് തുടങ്ങി. വിതിൻ 1 weekനുള്ളിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് 16 പേര് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് 2 ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ടോട്ടൽ 3 ഇൻ്റർവ്യൂ. ആ 3 ഇൻ്റർവ്യൂവിനും ഞാൻ അമ്മമാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ശക്തമായിട്ട് പിടിക്കുമായിരുന്നു. എനിക്കൊരു പ്രിപ്പറേഷനുമില്ല, ഒന്നുമില്ല. 3 ഇൻ്റർവ്യൂവിൽ 16 പേര് അറ്റൻഡ് ചെയ്തതിൽ 3 പേരെ മാത്രം സെലക്ട് ചെയ്തു. അതിൽ 1 ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ പ്രോസസ്സിങ് പിന്നെയും ആരംഭിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വിസ വരാനായിട്ട് കുറച്ച് ഡിലേ ആയി. വിസ വരാൻ ഡിലേ ആയപ്പോൾ എനിക്ക് പിന്നെയും പേടിയായി, എന്തായി, ഫുൾ സ്റ്റോപ്പായോ വീണ്ടും എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് കാശുരൂപം പ്രാർത്ഥിച്ചു തന്നു. ഞാൻ ആ കാശുരൂപം എടുത്തിട്ട് പോയി എൻ്റെ പാസ്പോർട്ടിൽ വെച്ചു. പാസ്പോർട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിസ അപ്രൂവായി വന്നു. ഞാൻ ഇവിടുന്ന് ന്യൂസിലാൻഡിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആദ്യം കുറച്ച് പാടായിരുന്നു. ക്യാപ്പിൻ്റെ കോഴ്സ് ചെയ്യണം. ക്യാപ്പിൻ്റെ കോഴ്സിൽ നമുക്കെന്ന് പറയുമ്പം ഒരു പ്രിസെപ്റ്ററും ഒരു ട്യൂട്ടറും ഉണ്ടായിരിക്കും. എൻ്റെ കൂടെ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന വേറെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആ ട്യൂട്ടർ എന്ന് പറയുമ്പോൾ എനിക്കൊരാളും അവർക്ക് 2 പേർക്കും വേറൊരാളുമായിരുന്നു. എൻ്റെ ട്യൂട്ടറിന് എൻ്റെ അസസ്മെൻറ്റും അസൈൻമെൻറ്റും എല്ലാം വേറൊരിടത്ത് പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പം ഞാൻ എന്തെഴുതി അവർക്ക് കോമ്പിറ്റൻസി കൊടുത്താലും അവരെന്നോട് പറയും നീ വീണ്ടും കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറയും. എൻ്റെ മാക്സിമം ചെയ്തു. എൻ്റെ കൂടെയുള്ളവർ 2 ലൈനിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ കെയർ പ്ലാൻ എഴുതുന്ന പോലെ 2, 3 പേജ് എഴുതി സബ്മിറ്റ് ചെയ്തു. എന്നിട്ടും അവരത് അംഗീകരിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാനിക് അറ്റാക്ക് വന്നു. ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. എനിക്ക് വയ്യ ദൈവമേ, ഞാൻ തിരിച്ചു പോകുവാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ലാസ്റ്റത്തെ കറക്ഷൻ കിട്ടുന്ന ദിവസം അവർ പിന്നെയും എന്നോട് പറഞ്ഞു നീ ചെയ്തിരിക്കുന്നതിൽ ഇനിയും കറക്ഷൻ ഉണ്ടെന്ന്. പക്ഷേ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ തെറ്റെന്നോ ആർക്കും മനസ്സിലാകില്ല. അത്രമാത്രം ഭംഗിയായിട്ടാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കിനിയും പറ്റത്തില്ല, നീ ഒരു വഴി കാണിക്കും മാതാവേന്നും പറഞ്ഞ് ഞാൻ 2 തിരിയും കത്തിച്ചു വെച്ച് നട്ടുച്ചയ്ക്ക് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഇമെയിലിലേക്കൊരു
ഇമെയിൽ വരികയാണ്. എനിക്ക് എൻ്റെ ട്യൂട്ടർ അയച്ചിരിക്കുക, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എൻ്റെ ഫോണിൽ വിളിക്ക്, ഞാൻ നിനക്ക് കറക്ഷൻ തരാമെന്ന്. ഞാൻ അവരെ കോൾ ചെയ്തു, അവരെനിക്ക് പറഞ്ഞു തന്നു. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് കറക്ഷൻ. ഞാൻ ക്യാപ്പ് കോഴ്സ് പൂർത്തിയായി. വിതിൻ 3 ദിവസത്തിനുള്ളിൽ എൻ്റെ അവിടുത്തെ നഴ്സിംഗ് രജിസ്ട്രേഷൻ APC എനിക്ക് കിട്ടി. എൻ്റെ കൂടെ ചെയ്ത 2 പേർക്കും കിട്ടിയത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഞാൻ ഈ ക്യാപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലിയും കിട്ടിയിരുന്നു. വിതിൻ 1 വീക്കിനുള്ളിൽ ആ വിസയും എനിക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ കൂടെയുള്ളവർക്ക് കിട്ടിയത് 3 മാസം കഴിഞ്ഞിട്ടാണ് ജോബ് കിട്ടുന്നത്. ഞാൻ അവിടെ പുതിയ ഫെസിലിറ്റിയിൽ പോയി അവിടെ നന്നായിട്ടെല്ലാം ചെയ്തു വരികയായിരുന്നു. ജോലിയൊന്നും കുഴപ്പമില്ലായിരുന്നു. കാശ് രൂപം പിടിച്ചിട്ട് മാത്രമേ എന്നും പോകത്തുള്ളൂ. അതിൻ്റെ കൂടെ ഉപ്പ് ഞാൻ എടുത്തിട്ട് പോയിട്ട് എന്നും ആരും ചവിട്ടാത്ത പ്ലേസിൽ വിതറിയിട്ട് പ്രാർത്ഥിക്കും, ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്, എനിക്കും ഒരു പ്രോബ്ലം ഉണ്ടാകരുതെന്ന്. കാരണം ഞാൻ നിൽക്കുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. അത് കഴിഞ്ഞ് എല്ലാം ഭംഗിയായി പോകുന്ന സമയത്ത് എനിക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരു മനുഷ്യനില്ല, എല്ലാവരും ഫിലിപ്പിനോസും അങ്ങനെയുള്ളവരൊക്കെയാണ്, മറ്റ് രാജ്യക്കാരാണ്. എനിക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു കൂട്ടിന് ഒരാളെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് മതി, എനിക്ക് മലയാളി ഒന്നും വേണ്ട, ഒരു ഇന്ത്യയിൽ നിന്ന് ആരെയെങ്കിലും ഒന്ന് തന്നാൽ മതി എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചതിന് മാതാവ് എനിക്ക് 5 മലയാളി നഴ്സുമാരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് തന്നു. അത് കഴിഞ്ഞും എല്ലാം നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം 40 അവേഴ്സ് എന്നുള്ളത് കട്ട് ചെയ്ത് 32 അവേഴ്സ് എന്നാക്കി കുറച്ചു. 5 ദിവസം ജോലിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് അടുത്തടുത്ത് ജോലി നോക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയി പുതിയ ഇടത്ത് ജോലി ചെയ്തെടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചുപ്പ് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് പുതിയ സ്ഥലത്ത് നിന്ന്. അങ്ങനെ പുതിയ ജോലിക്ക് കയറി. ഇപ്പോൾ എനിക്ക് പെർമനൻറ്റ് റെസിഡൻസി ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് 5 ദിവസം മുന്നേ കിട്ടി. ഇതിനിടയ്ക്ക് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ ലാംഗ്വേജിലും, എന്ന് വെച്ചാൽ തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എല്ലാ ലാംഗ്വേജിലും പത്രം മേടിച്ചിട്ട് പോയിട്ട് വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ ഓൾഡ് ഏജ് ഹോംസ് വിസിറ്റ് ചെയ്യുമായിരുന്നു, ഓർഫണേജ് വിസിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഉള്ളവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനും അത് എൻ്റെ കൈ കൊണ്ട് തന്നെ വിളമ്പിക്കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. പിന്നീട് ഞാൻ കാശ് രൂപം പ്രാർത്ഥിച്ച് എനിക്ക് മുന്നിൽ ആരൊക്കെ എനിക്ക് കൊടുക്കണം എന്ന് തോന്നുന്നവരുണ്ട്, ഒരു പ്രശ്നത്തിലെന്ന് തോന്നുന്നവർക്ക് ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ന്യൂസിലാൻഡിൽ പോയതിന് ശേഷം എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഈ രോഗമാണ്, സഹായം വേണമെന്നും പറഞ്ഞ് വരുന്ന പോസ്റ്റുകൾക്ക് എനിക്കത് ജെന്യൂനായിട്ട് തോന്നുന്നതിന് എൻ്റെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് കൊടുത്ത് സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. ജെസി ജോസ് എന്ന ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ജോലിയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. OET തോൽവി തുടർന്നപ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രാർത്ഥന യൂട്യൂബിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാം, മൊബൈലിൽ ഉണ്ടായിരിക്കുമെന്ന് നോക്കിയ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നോക്കിയപ്പോഴാണ് OET പല പ്രാവശ്യം തോറ്റ ഒരു മകൾ കൃപാസനം അൽത്താരയിൽ നിന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ഒരു സാക്ഷ്യം ഈ മകൾ കേൾക്കാനിടയായത്. ഉടനെ വന്ന് ഉടമ്പടി എടുക്കുകയും തൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കൊരു പരിഹാരം പരിശുദ്ധ അമ്മ നൽകി. ഇന്ന് ഈ മകൾ നിൽക്കുന്നത് ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ. അതിനിടയിൽ തനിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മ തരണം ചെയ്യാനും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും ശാരീരിക അസ്വസ്ഥതകളെയും എല്ലാം പരിശുദ്ധ അമ്മ നീക്കിക്കൊടുത്തതും ഈശോ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നെല്ലാം ഈ മകൾ പറയുകയുണ്ടായി. കൃത്യമായ 3.5 ലക്ഷം രൂപയുടെ മെച്യൂരിറ്റി കാണിക്കാൻ സാധിക്കാതിരുന്ന സമയത്തൊക്കെയുള്ള സങ്കടം, ഇനി നിനക്ക് ജോലി കിട്ടുകയില്ല, അങ്ങനെയുള്ള ഒറ്റപ്പെടുത്തലുകൾ, അങ്ങനെയുള്ള കളിയാക്കലുകളെല്ലാം കേട്ട് ഇന്ന് ജോസി നിൽക്കുന്നത്, തലയുയർത്തി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്കാണ്.
ഈ മകൾക്ക് പറയാനുള്ളത്, പാനിക് അറ്റാക്ക് വന്ന സമയത്ത് പോലും പരിശുദ്ധ അമ്മയോടുള്ള ആ ദൃഢമായ ബന്ധം കൊണ്ടു നടക്കുവാനും അതിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചലിക്കാതെ ഈശോ എനിക്ക് തരാനുള്ളത് തരുമെന്നുള്ളൊരു മറിച്ച് പ്രത്യാശയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 3 തരത്തിലാണ് നമ്മോട് പറയുന്നത്: 30 മേനി കൊയ്യുന്നതും, 60 മേനി കൊയ്തെടുക്കുന്നതും, 100 മേനിയാകുന്നതും. പ്രത്യാശയുള്ളവരാണ് 60 മേനി കൊയ്തെടുക്കുന്നതെന്ന് ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്. 60 മേനി എന്ന് പറയുന്നത് എനിക്ക് തരാനുള്ളത് ദൈവം ആ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അതിനു മുൻപും എനിക്കത് നൽകിയിരിക്കും. മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ എനിക്ക് സങ്കടമില്ല. മകളുടെ കണ്ണുകൾ മുൻപിൽ തന്നെ കാണുകയായിരുന്നു, മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ മകൾക്ക് ഉണ്ടായ ഒരു വ്യത്യസ്ത അനുഭവമാണ്. മറ്റുള്ളവർക്കൊന്നും ലഭിച്ചില്ല, പക്ഷേ എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. മറ്റുള്ളവരെയെല്ലാം വിസ്മയിപ്പിക്കുന്നതാണ്, മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ അൾത്താരയിൽ മക്കളെ ഏറ്റുപറയുന്നത്. മകൾ വളരെ ഒറ്റപ്പെട്ടൊരു സമയമാണ്. ഒരു ഇന്ത്യൻ പോലും ഇല്ലാതിരുന്ന ആ ഹോസ്റ്റലിൽ എനിക്കൊരു ഇന്ത്യക്കാരിയെങ്കിലും തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ 5 മലയാളികളെയാണ് കൂട്ടുകാരികളായി മകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ന്യൂസിലാൻഡിൽ 40 അവേഴ്സ് ജോലി ചെയ്യേണ്ടിയിരുന്ന സമയത്ത് 32 അവറാക്കി പരിശുദ്ധ അമ്മ ജോലി സമയം ചുരുക്കി നല്ല കൂട്ടുകാരുടെ കൂടെ PR കൂടിയാണ് ഇന്ന് മകൾ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഉടമ്പടി അങ്ങനെയാണ്. നാം വിശ്വസ്തരാണെന്ന് മാത്രം ഈശോയോട് ഏറ്റുപറയുക. ഞാൻ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുമെന്ന് ഉള്ളൊരു പ്രഖ്യാപനം നടത്തിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളുടെ 99% പ്രശ്നങ്ങൾ തീരുകയായി. ഇനി അഥവാ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരും. ജോസിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ കലാകുമാരി, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ എൻ്റെ മകൾ ശ്രുതി, ഡോക്ടർ ശ്രുതി, ആദ്യമേ തന്നെ ഞങ്ങളെ ഇവിടെ വരാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാനും ഞങ്ങളെ സഹായിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം 2023 സെപ്റ്റംബർ 29 ഞാനിവിടെ വന്നത്. അതിന് മുൻപേ തന്നെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അത്രയധികം ഞങ്ങളെ ക്രൈസ്തവരാണ്. പക്ഷേ ഞങ്ങൾ അന്ന് ആ സമയത്ത് ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു. ഞങ്ങളുടെ വീട് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോണ് 6 ലക്ഷം രൂപ എടുത്ത് വെച്ച ലോണാണ്. അത് കോവിഡ് വന്നതോടുകൂടി അതിൻ്റെ അടവ് നിന്നു. ഞങ്ങളുടെ ബിസിനസ് തകർന്നു. അവസാനം വീടിന് ജപ്തി നോട്ടീസ് വന്നു. ജപ്തി നോട്ടീസ് അവർ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കി. അങ്ങനെ ഞങ്ങൾ ശരിക്കും കുറേ ആൾക്കാരെയൊക്കെ ഞങ്ങൾ സമീപിച്ചു. പക്ഷേ ആരും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ശരിക്കും ഞങ്ങൾക്ക് 3 മക്കളാണ്. 3 പേരും ഡോക്ടറാണ്. ഈ മകൾ ദന്ത ഡോക്ടർ, ഇളയ 2 ആളും MBBS ഡോക്ടർമാർ, 3 പേരും പഠിച്ചിറങ്ങി. അപ്പോൾ ആ ടൈമിൽ 2029 അവർ പഠിച്ച് ഹൗസ് സർജൻസി ഒരാൾ എത്തി നിൽക്കുകയാണ്, ഒരാൾ 4ാമത്തെ വർഷം. അങ്ങനെ ആ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ പിള്ളേരുടെ പഠിത്തവും എല്ലാം കൂടെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിപ്പോയത്. അങ്ങനെ ബാങ്കുകാരൻ ഞങ്ങളെ സമീപിച്ച് ഒന്ന് പുതുക്കി തരാൻ ചോദിച്ചിട്ട് അവർ ഒരു കാരണവശാലും പുതുക്കി തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട് ജപ്തിയുടെ വക്കിലെത്തി. ജപ്തിയായി. ആ സമയത്താണ് ഒരു ചേച്ചി, ഞങ്ങൾ എപ്പോഴോ കണ്ടൊരു പരിചയമുള്ള ഒരു ചേച്ചി എന്നെ കാണുകയും അവർ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയും. നിരന്തരം അവർ എന്നോട് പറഞ്ഞു ഒന്ന് പോയി നോക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു ദിവസം ഞങ്ങൾക്ക് എവിടെയാണെന്ന് പോലും അറിയില്ല ചോദിച്ചിങ്ങ് ഇവിടെ കലവൂര് വന്നിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. പക്ഷേ അമ്മ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അമ്മ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കണ്ടത് എല്ലാം തകർന്ന് ഞങ്ങളിവിടെ വന്ന് മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അമ്മ എനിക്കൊരു സമാധാനം തരണം, ഞങ്ങളുടെ വീടാണ്, എൻ്റെ കുട്ടികൾക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ മാതാവ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി സത്യം. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ ഞങ്ങൾക്ക് ഈ വീട് തിരിച്ചു തരും. അന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയി. അന്ന് മുതൽ ഞങ്ങൾ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപവും ഈ ഉടമ്പടി വസ്തുക്കളും കൊണ്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഞങ്ങളുടെ ആയുധം അത് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെഡ് ഓഫീസിൽ പോയി മാതാവിൻ്റെ ഈ ഉടമ്പടി വസ്തുക്കളും മാതാവിൻ്റെ കാശ് രൂപം കൊണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു. അവരാണെങ്കിൽ ഒരു ലേഡി ആയിരുന്നു അസിസ്റ്റൻറ്റ് മാനേജർ, റീജിയണൽ മാനേജർ. ഞങ്ങൾക്കൊരു കാരണവശാലും ഈ വീട് തരില്ല എന്ന് പറഞ്ഞു. കാരണം 20 ലക്ഷത്തിൽ കൂടുതൽ ബാധ്യതയാണ്. അപ്പോൾ ജപ്തി തന്നെയാണ് വഴിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല. അമ്മയുടെ കാശുരൂപം വച്ചിട്ട് ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിരുന്നു. ആ സമയം വരെ ഞങ്ങൾക്ക് എതിരായിട്ട് സംസാരിച്ച മാനേജർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയെ അവരിൽ ദർശിച്ചു. എൻ്റെ അമ്മ അവിടെ വന്നു.
അവരുടനെ തന്നെ ബ്രാഞ്ച് മാനേജറെ വിളിച്ച് പറഞ്ഞു ഇവരുടെ മകൻ്റെ പേരിൽ ആ ലോണ് പുതുക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ മകനാണെങ്കിൽ ആ സമയത്ത് ഹൗസ് സർജൻസി കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് ആ സമയം കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. ഒരിക്കലും ഒരു കാരണവശാലും ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലുകാർ തരില്ല. പക്ഷേ ഈ കാശ് രൂപം കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് കൊടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു മോനൊന്ന് ശ്രമിച്ച് നോക്ക്, അമ്മ വരും നമ്മുടെ കൂടെ. അങ്ങനെ ഞങ്ങളൊരു പോരാട്ടം തന്നെയായിരുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പോരാടി. അതിൻ്റെ ഫലമായിട്ട് 3 മാസം പോലും ജോലിയിൽ കയറി 3 മാസമായിട്ടേ ഉള്ളൂ സാലറി സർട്ടിഫിക്കറ്റ് തന്നു. കാരണം നല്ല ഒരു സാലറിയുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ലോൺ പുതുക്കി തരും. അത് എനിക്കറിയില്ല അമ്മ എന്തൊക്കെയാണ് അമ്മ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊന്നും ചെയ്തില്ല. എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പോരാടി. എൻ്റെ കൃപാസന അമ്മ ഞങ്ങൾക്ക് എൻ്റെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട എൻ്റെ അമ്മ എന്നെ അവിടെ പോവാറ് കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഉടമ്പടി എടുപ്പിച്ച് എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ ആ വീട് ഞങ്ങളുടെ ആകെ ഒരു സ്വത്താണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീട്. ആ വീട് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് അമ്മയും തിരുക്കുമാരനും ഞങ്ങളുടെ കൈ വെള്ളയിൽ വെച്ച് തന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എൻ്റെ മൂന്നാമത്തെ മകന്, അവനും ഡോക്ടറാണ്. അവനാണെങ്കിൽ ഈ ഹോസ്റ്റലിലൊക്കെ നിന്നത് കാരണം അവൻ്റെ മുടി പൊഴിച്ചിൽ അവൻ വന്നിട്ടില്ല. മുടി പൊഴിച്ചിൽ കാരണം ഭയങ്കരമായ സങ്കടത്തിലായിരുന്നു. ഞങ്ങൾ അവന് ശരിക്കും ചിരിച്ച് തള്ളി. കാരണം മുടി പൊഴിച്ചിൽ ഉണ്ടാകുമല്ലോ സാധാരണ, അതിനെന്തിനാണ് ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നതെന്ന്. പക്ഷേ അച്ഛൻ ഒരിക്കൽ ഒരു ടോക്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു മുടി പൊഴിയുന്നവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് കേൾക്കുന്നവർക്കൊരു പരിഹാസമായിട്ട് തോന്നും, അതനുഭവിക്കുന്നവർക്ക് ഭയങ്കര പാടാണ്. അന്ന് മുതൽ ഞാൻ ശരിയാണല്ലോ, ഞാൻ അവനെ ഇതുവരെ പരിഹസിച്ചതല്ലേ ഉള്ളൂ. അമ്മയുടെ നേർച്ച വസ്തുക്കൾ അവൻ്റെ തലമുടിയിൽ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ച്. അവന് വിശ്വാസം കുറച്ച് കുറവാണ്. കൊച്ചിന് ആദ്യമൊക്കെ അവനുണ്ടായിരുന്നു. ഈ തലമുടി കാരണം അവന് ദൈവത്തിന് വരെ ഒരു വിഷമിക്കും, അവന് പ്രാർത്ഥിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ കൃപാസന അമ്മ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ്. നമ്മൾ എന്ത് കാര്യത്തിനും ദൈവത്തിനെ വിളിച്ചാൽ മതി, യേശു നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ അവനോട് പറഞ്ഞു. ഞങ്ങൾ അവൻ്റെ തലയിൽ ഇതൊക്കെ ഉടമ്പടി വസ്തുക്കളിട്ട് നേർച്ച പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ അവന് ഇപ്പോൾ ഒരു ചികിത്സയിലൂടെ തന്നെ മുടി ആ ഒരു കാര്യത്തിൽ വീടിനേക്കാളധികം ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം അവൻ മാനസികമായിട്ട് തകർന്നു പോകുമോ എന്നുള്ള ഒരു ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. അങ്ങനെ അവനിപ്പോൾ സന്തോഷവാനായിട്ട് അവനും ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. ഇത് എൻ്റെ മൂത്ത മകളാണ് ശ്രുതി, ശ്രുതിയാണ് ദന്ത ഡോക്ടറാണ്. അപ്പം മകൾക്കാണെങ്കിൽ എപ്പോഴും ഭയങ്കര അലർജിയാണ്, എല്ലാ മരുന്നും ഡ്രഗ് അലർജിയാണ്. ഒരു മരുന്ന് പാരസെറ്റാമോൾ പോലും ഇവർക്ക് ചേരില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർക്ക് ഡെങ്കി ഫീവർ വന്നു. അത് മകൾ തന്നെ പറയും, അവളുടെ കയ്യിൽ കൊടുക്കും. എൻ്റെ പേര് ശ്രുതി, ഞാൻ ദന്ത ഡോക്ടറാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ ദിവസവും നിരന്തരം പഠിക്കേണ്ടിയുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം വേറെ ഒന്നിനും നമുക്ക് പോകാൻ പറ്റില്ല, വേറെ ഹോസ്പിറ്റലുകളിൽ ചെക്ക് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു പനി വന്നു. പനി വന്നത് കടുത്ത തലവേദനയോട് കൂടി വന്ന ഒരു പനിയാണ്. ആദ്യം തന്നെ എനിക്ക് തോന്നി അയ്യോ പണി പാളിയോ, കാരണം എനിക്കൊരു മരുന്നും ചേരില്ല, അലർജിയാണ്. ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ അന്നേരം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് അമ്മ പറഞ്ഞു ഞാൻ എടുത്തതായാലും നീ എടുത്തതായാലും നമ്മുടെ കൃപാസന അമ്മ കൂടെയുണ്ട്, നീ പ്രാർത്ഥിക്ക്. പിറ്റേ ദിവസം അമ്മ വന്ന് എന്നെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പനി കുറയുന്നില്ല. ഞങ്ങൾ ചേരുന്ന ഒരു മരുന്ന് കഴിച്ചു നോക്കി, പക്ഷെ പനി കുറവില്ല. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കി ഫീവറാണ്, നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ഇതിനധികം മരുന്നുകളില്ല, ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് ചേരുമെന്നറിയില്ല, കാരണം അലർജിയാണ്. അപ്പം തന്നെ അമ്മ കൃപാസന മാതാവിനെ അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു കൗണ്ട് കുറയാതെ നോക്കണം, ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും, ICUലാക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനുണ്ട്. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അമ്മ നിരന്തരം, അതായത് അന്ന് മുതൽ രാത്രി അമ്മ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ അമ്മയുടെ കാശ് രൂപം കയ്യിൽ തരും, അതും പിടിച്ചുകൊണ്ട് വേണം ഉറങ്ങാനെന്ന് പറഞ്ഞ്. പിന്നെ അമ്മയുടെ ഉപ്പും എണ്ണയും ദിവസവും എല്ലാ നേരവും എൻ്റെ മേൽ പ്രയോഗിച്ച അമ്മ, ഞാൻ ഉപ്പ് എല്ലാ ദിവസവും വെള്ളത്തിലിട്ട് കഴിക്കും, ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടും. അതല്ലാതെ വേറൊരു ചികിത്സാവിധി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്കും ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മയെ. കാരണം ആ ഒരു സമയത്തോടു കൂടി അമ്മ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൃപാസന മാതാവ് തിരുക്കുമാരനോട് മധ്യസ്ഥ അപേക്ഷിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഞാൻ
എൻ്റെ രോഗത്തിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. ഒരാഴ്ച കഴിഞ്ഞതും ഞങ്ങൾ വീണ്ടും കൗണ്ട് ചെക്ക് ചെയ്യാൻ പോയി. വേറൊരു മരുന്നും ചെയ്തിട്ടില്ല, സത്യമാണ് പറയുന്നത്. വേറൊരു മരുന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. വേറൊരു മരുന്നും എനിക്ക് ചേരുകയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴേക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. കാരണം ചികിത്സയില്ലാതെ ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ദൈവമാണ് ഏറ്റവും വലിയ വൈദ്യൻ. എൻ്റെ കൃപാസന അമ്മ തന്നെയാണ് എന്നെ രക്ഷിച്ചതെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് സത്യവും. മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവളും ഇപ്പോൾ ഉടമ്പടിയിലാണ്. ഞങ്ങൾ ഒരു ഹിന്ദു ആണ്, ക്രൈസ്തവരാണ്. അതിൽ കാര്യമില്ല. കാരണം ദൈവം ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ നേരിട്ട് കുറേ ആൾക്കാരെ എടുക്കും. അതിൽപ്പെട്ടതാണ് ഞങ്ങളും. എൻ്റെ ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏത് സമയം മാതാവും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിന്. പിന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. എനിക്ക് യൂട്രസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബ്ലീഡിങ് ആയിരുന്നു. അതിൽ സ്കാൻ ചെയ്തപ്പോൾ കുരുക്കളുണ്ടായിരുന്നു. അപ്പോൾ യൂട്രസിന് ഒരു ചെറിയ മൈനർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ചെയ്യേണ്ടി വന്നില്ല. മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് മാതാവ് എനിക്ക് അമ്മയുടെ ഈ എണ്ണയും ഈ പരിശുദ്ധ എണ്ണയും അതുപോലെ തന്നെ ഉപ്പും കൊണ്ട് എനിക്ക് അത് ഭേദമാക്കി തരാൻ പറഞ്ഞു. 1 വർഷമായിട്ട് അതിന് ഏതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരുപാട് ചെറിയൊരു ഗ്ലോമസ് ട്യൂമറുണ്ട്, അതും ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. പിന്നെ നിരന്തരം ആത്മീയ ജീവിതമാണെങ്കിൽ ഞങ്ങളങ്ങനെ അറിയാമല്ലോ, ഹിന്ദുക്കൾക്ക് ക്രൈസ്തവരായിട്ടുള്ളവരങ്ങനെ ഒരു പിന്നെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് സ്ഥിരമായിട്ടില്ല. പക്ഷേ ഞങ്ങൾ യേശുവിനെ മുമ്പേ തന്നെ എനിക്ക് എൻ്റെ ദൈവത്തിന് അറിയാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എല്ലാം. പിന്നെ ഞങ്ങൾ അതുപോലെ കൊന്ത ചെല്ലും. ദിവസവും ഞാൻ ബൈബിൾ വായിക്കും ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ. അതുമാത്രമല്ല, എനിക്കൊരാഗ്രഹം ബൈബിളിലെ വചനങ്ങൾ 8000 സംതിങ് വചനങ്ങൾ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആ വചനങ്ങൾ ഞാൻ എൻ്റെ കുറേ ബുക്കുകൾ വാങ്ങി അതിപ്പോൾ സന്ധ്യയ്ക്കിരുന്ന് അതിലെ വചനങ്ങൾ എഴുതും. മത്തായി സുവിശേഷം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഒരു ദിവസം അതിൽ ഒരു വചനമെങ്കിലും യേശുവിൻ്റെ എഴുതിയില്ലെങ്കിൽ എന്തോ എനിക്ക് നഷ്ടമായതുപോലെയാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാടൊന്നും വേണ്ട. ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വത്തുക്കളോ വകയോ ഒന്നും വേണ്ട, എനിക്ക് സന്തോഷമായിട്ടുള്ള എൻ്റെ ദൈവത്തിനെ അറിയണം. ദൈവം എൻ്റെ കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ വസിക്കണം. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ സമയത്ത് നമ്മളെല്ലാവരും കൈവിടും. സഹോദരങ്ങളാകട്ടെ ബന്ധുക്കളാകട്ടെ ആരും നമുക്ക് തുണ തരില്ല. ആ ദൈവത്തിന് അങ്ങ് മുട്ടിലിരുന്ന് യേശുവിനെ അങ്ങ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മതി. അവനെ സ്നേഹിക്കണം, അവനെ കൂടെ വിളിക്കണം. വീട്ടിൽ ദൈവമേ നീ എൻ്റെ കൂടെ വരണം. എന്തിനും ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾ അങ്ങനത്തെ ഒരു കാരണം യേശു വലിയ വൈദ്യനാണ്. ആ ദൈവത്തിൻ്റെ അതും എൻ്റെ യേശുവിനോട് പ്രാർത്ഥിച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾക്ക് ഈ ഒരു ഫീൽഡ് ഡോക്ടറായിട്ട് ദൈവം അവരിലൂടെ പ്രവർത്തിച്ച് അനേകം രോഗികൾക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് തന്നെയാണ് എൻ്റെ മക്കൾക്ക് എൻട്രൻസിലൂടെ. ആർക്കും കിട്ടാത്ത വലിയ ഭാഗ്യമാണ്. എൻ്റെ വീട്ടിൽ 3 ഡോക്ടർമാരാണ്. അങ്ങനെ ഒരു അഭിമാനം എൻ്റെ കഴിവല്ല, ഒരിക്കലും ഞങ്ങളുടെ മെറിറ്റ് കൊണ്ട് എൻ്റെ കുട്ടികളുടെ കഴിവുകൊണ്ടല്ല. എൻ്റെ ദൈവം ഇത്രയും അനേകം പിള്ളേർ എഴുതിയതിൽ എൻട്രൻസിലൂടെ മെറിറ്റിൽ അഡ്മിഷൻ തന്ന് ഒരു പൈസ ഇല്ലാതെ എൻ്റെ കുട്ടികൾ പഠിച്ച് പിന്നെ പഠിക്കാനായിട്ട് കുറച്ച് കാശൊക്കെ ചിലവാക്കേണ്ടി വന്നു. അവരിപ്പോൾ 3 പേരും ഡോക്ടറാണ്. അഭിമാനമുള്ള അച്ഛനും അമ്മയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് എല്ലാം എൻ്റെ ദൈവം, എൻ്റെ യേശു, എൻ്റെ മാതാവും ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഒരുപാടൊന്നും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഇതില്ല. എങ്കിലും ഞങ്ങൾ വൃദ്ധസദനത്തിൽ കുറച്ച് അമ്മമാർക്ക് ആഹാരം കൊടുക്കും. പിന്നെ രോഗികളെ സന്ദർശിച്ച് ഞങ്ങളെക്കൊണ്ട് കഴിവുള്ള സാമ്പത്തിക സഹായം ചെയ്യും. പത്രം ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡുകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, വീടുകളിൽ അവിടെ പോയി ഞാൻ വെറുതെ കൊടുക്കില്ല. എൻ്റെ യേശുവിനെ പറ്റി അറിഞ്ഞവർക്ക് ആഴപ്പെടുത്തുകയും അറിയാത്തവരെ ഞാൻ ഒരുപാട് വചനങ്ങൾ വഴി ഞാൻ എവിടെ സഞ്ചരിച്ചാലും ഒരു ബസ്സിൽ സഞ്ചരിച്ചാൽ എൻ്റെ അടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അവരോട് സത്യം പറഞ്ഞാൽ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ഒരിക്കൽ പോലും അവർ യേശുവിൻ്റെ വചനങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തിരുന്നത് പറഞ്ഞു തന്നിട്ടില്ല. കുഞ്ഞിലേ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ ഞാൻ അവരോട് പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണോ ചേച്ചി പറഞ്ഞു തരുന്നത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാനില്ല. എനിക്ക് ആരുടെയെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ 2 പേര് കൂടുന്നിടത്ത് എന്നെ മഹത്വപ്പെടുത്തിയാൽ ഞാനവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എൻ്റെ യേശുവിൻ്റെ പ്രസൻസ് ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പോയിരുന്നാലും രാത്രി എപ്പം ഞാൻ ഉറക്കം എനിക്ക് ഉണർന്നിരുന്നാലും എൻ്റെ മാതാവിനെ, എൻ്റെ യേശുവിനെ ഞാൻ രാത്രി ഈ കയ്യിൽ എൻ്റെ കൊന്ത വച്ച് എൻ്റെ മാതാവിനെ പ്രാർത്ഥിച്ച് ഞാൻ കൊന്ത ചൊല്ലി ജപമാല പറഞ്ഞാണ് ഞാൻ ഉറങ്ങുന്നത്. എന്നെ എപ്പോൾ ഓർമ്മ വരുന്ന എൻ്റെ കയ്യിൽ നിന്ന് അത് വീഴ്ന്നിട്ടേ ഇല്ല.
ഈ കാശ് രൂപമാണ് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിറങ്ങുന്ന സത്യം. ഞാൻ അതിനു മുമ്പ് തന്നെ രാത്രി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി ഇങ്ങനെ ആരോ വന്ന് ചങ്കലി പിടിക്കുന്നതായിട്ടൊക്കെ നേരത്തെ. പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയുടെ കാശ് രൂപം വെച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് ശേഷം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ തന്നെ സാധാരണ എന്ത് കയ്യിൽ നമ്മൾ ഉറങ്ങത്തിൽ വെച്ചെന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോകാറാണ് പതിവ്. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീഴാറേ ഇല്ല. ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ 2 മണിക്ക് എണീക്കണം. ഞാൻ പറഞ്ഞു അമ്മ എന്നെ 2 മണിക്ക് തന്നെ എനിക്ക് കൃത്യമായിട്ട് അമ്മ എന്നെ വിളിക്കണം. കൃത്യം 2 മണിക്ക് കൃത്യം എന്നെ വന്ന് അമ്മ തട്ടി ഉണർത്തി വിളിച്ച് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മുൻപോട്ട് ജീവിതത്തിൽ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനും എൻ്റെ യേശുവിനും എൻ്റെ മാതാവിനും ആ കാൽപാദത്തിൽ പിടിച്ച് തന്നെ ഞാൻ ഉറങ്ങുന്നത് എന്ന് ദൈവമേ. എൻ്റെ യേശുവിനെ കാരണം പണ്ട് മറിയ കാൽപാദത്തിൽ എൻ്റെ യേശുവിൻ്റെ കാൽപാദത്തിന് സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്ന ലാസറിൻ്റെ സഹോദരി. അതുപോലെ തന്നെയാണ് ഞാൻ ആ പാദത്തിൽ പിടിച്ചാൽ ഞാൻ ഉറങ്ങുന്നത്, ഞാൻ നടക്കുന്നത്. എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ എപ്പോഴും ഒരു ഒന്നുള്ള എൻ്റെ പിള്ളേർ, എൻ്റെ 3 മക്കളും ദൈവത്തിനെ സ്നേഹിച്ച് വളരണം. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പ്രൊഫഷനിലായിരുന്നാലും അവരെവിടെ സഞ്ചരിച്ചായിരുന്നാലും എൻ്റെ യേശുവിനോടുള്ള സ്നേഹം ദൈവം പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയത്തിൽ നിറച്ചു കൊടുക്കണം. എൻ്റെ ജീവിത പങ്കാളിക്ക് അങ്ങനെ ആരോടും എനിക്ക് വിഷമമില്ല. ഞങ്ങളെ സഹായിക്കാത്തതിലോ നമ്മൾ ആരോടും ശത്രുത കാണിക്കേണ്ട. നമ്മളെ ദൈവം മനുഷ്യരെ മനസ്സിലാക്കി തന്നെയാണ്. കാരണം നമുക്ക് ആരുമുണ്ടെന്ന് എപ്പോഴും നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് എൻ്റെ ദൈവത്തിനാണ്. ബിക്കോസ് നമ്മൾ ആ പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ദൈവം പറയുന്നുണ്ട്, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവമില്ല. കാരണം നീ എന്തിനെങ്കിലും 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്വത്തിനാകട്ടെ, നിൻ്റെ പദവിക്കാകട്ടെ, നിൻ്റെ എന്തിനെങ്കിലും നീ 1-ാം സ്ഥാനം നിൻ്റെ മക്കൾക്കാകട്ടെ, നിൻ്റെ ആൾക്കാർക്കാകട്ടെ നീ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 1-ാം പ്രമാണ ലംഘനമാണ്. ഞാനാണ് നിൻ്റെ ദൈവം. ആ ദൈവത്തിനെ നമ്മൾ വിളിക്കുക. നമ്മളുടെ കൂടെ നിങ്ങളുടെ എന്ത് പ്രശ്നത്തിന് എൻ്റെ അത്രമേൽ എന്നെപ്പോലെ വേദനിക്കുന്ന, കാരണം എൻ്റെ മകളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതും ഞാൻ എൻ്റെ അമ്മയ്ക്ക് നിയോഗമായിട്ട് വച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ ഉടനെ അത് നടത്തിത്തരും. ഇപ്പം തന്നെ വിവാഹം ആലോചിച്ച് തുടങ്ങി. മാതാവ് എനിക്ക് സന്തോഷമായിട്ട് നടത്തിത്തരും, തിരുക്കുമാരനും. അതും എനിക്ക് ഉറപ്പുണ്ട്. ഇതെല്ലാ അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തരണം മുൻപോട്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ എന്നും എൻ്റെ ദൈവവും യേശുവും ഉണ്ടാകും, എൻ്റെ മാതാവും ഉണ്ടാകും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരും. ഇവിടെ വരാൻ എൻ്റെ ദൈവം എനിക്ക് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം ആത്മീയ ജീവിതത്തിൽ തന്നെ ജീവിക്കാൻ ദൈവമേ ഒരു പാപത്തിലും ഇനി പോകരുത്. ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനുള്ളൊരു മഹാഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനം. നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ വേദനകളിൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് നാം ഓരോരുത്തരെയും ഇങ്ങോട്ട് ഈ സന്നിധിയിൽ പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഉടമ്പടി വഴി ആ ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കാനാണ് നമുക്ക് സാധിക്കുന്നത്. ഉടമ്പടി ഒരു സ്നേഹബന്ധമാണ്. സ്നേഹബന്ധത്തിലേക്കുള്ള ഒരു വീണ്ടെടുപ്പാണ്. നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട്, നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയുണ്ട് നമ്മുടെ കൂടെ എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്നേഹബന്ധം, ഒരു ആത്മീയ ബന്ധമാണ് ഉടമ്പടി. എന്നെ രക്ഷിക്കുന്നു, എന്നോട് കരുണയുള്ള, എന്നോട് സ്നേഹമുള്ള, എന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ കൂടെ ജീവിതയാത്ര ചെയ്യുന്നത് എന്ന് ഉള്ള ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്നും യാത്ര ചെയ്യുന്ന, എന്നും കൂടെയുള്ള ഒരു ദൈവത്തിൻ്റെ ദൈവാനുഭവമാണ് ഓരോ സാക്ഷ്യങ്ങളിലും വെളിപ്പെടുത്തുന്നത്. കലാകുമാരി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും അവരുടെ കഷ്ടതകളിൽ ദൈവം അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. 15 വർഷത്തോളം ഉണ്ടായിരുന്ന ലോൺ എടുത്തിട്ട് പേ ചെയ്യാൻ പറ്റാതിരുന്നത്, ഉടമ്പടി എടുത്ത ഉടനടി ഈശോയും അമ്മയും ഇടപെടുകയും സമയചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കലാകുമാരി എന്ന സഹോദരിയുടെ ജപ്തി ഇല്ലാതാവുകയും ചെയ്യുകയാണ്. അതും ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോവുകയും മകൻ MBBS കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെങ്കിൽ അവിടെയും ഈശോയും അമ്മയും ഇടപെടുകയും ഒരു നല്ല ജോലി നൽകി മകനെ അനുഗ്രഹിക്കുകയുമാണ്. MBBS ഡോക്ടറായ മകനൊരു ജോലി കൊടുക്കുകയും പെട്ടെന്ന് തന്നെ സാലറി സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു വഴിയുമില്ലാത്തടത്ത് വീണ്ടും അവർ സാലറി സർട്ടിഫിക്കറ്റിന് പോയപ്പോൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും
കുരിശ് വരച്ച് തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സാലറി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അതിൽ നിന്ന് കൂടി ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും ലോൺ പുതുക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഓരോ രീതിയിലും അമ്മയെ ഈശോ ഇടപെടുന്ന രീതികൾ നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യവും ഈശോയോട് അമ്മയോട് ചോദിക്കുമ്പോൾ നമുക്കറിയാത്ത രീതിയിൽ നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് ആ ജപ്തി ക്യാൻസലാവുകയും പെട്ടെന്ന് തന്നെ ഓരോ വ്യക്തികളും തടസ്സം സൃഷ്ടിച്ചെങ്കിലും അതെല്ലാ തടസ്സങ്ങളും മാറ്റുകയായിരുന്നു. ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജരും സാലറി സർട്ടിഫിക്കറ്റിന് പോയപ്പോൾ റീജിയണൽ മാനേജറും പല വ്യക്തികളും ഉണ്ടായിരുന്ന തടസ്സമായിട്ട്, പക്ഷെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം കൃപാസനം അമ്മ മാതാവ് തന്നെ അമ്മയുടെ ഇടപെടലിൽ കൂടെ തടസ്സങ്ങൾ മാറ്റി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് മക്കളുടെ ഓരോ പഠന കാര്യങ്ങളും. 3 പേരും ഡോക്ടേഴ്സാണ്. ഡോക്ടർ ശ്രുതിയുടെ കാര്യത്തിലും മരുന്ന് അലർജിയുണ്ട്. ഡെങ്കിപ്പനി വന്നിട്ട് ഒരു മരുന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് സ്വന്തം അമ്മ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് മകൾക്കൊരു ചികിത്സയുമില്ലാതെ ഡെങ്കിപ്പനി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയും ഈ സഹോദരിക്ക് തന്നെ ഉണ്ടായിരുന്ന യൂട്രസിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും മൈനർ ഓപ്പറേഷനിൽ കൂടെ അത് സൗഖ്യപ്പെടുകയുള്ളെന്ന് പറഞ്ഞതും അവിടെയും ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ രോഗം സുഖപ്പെടുകയും ചെയ്തു. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എന്ത് കാര്യം നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവോ അതെല്ലാം അമ്മ കാനായിൽ നടത്തിയതുപോലെ തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ആ അമ്മ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ അമ്മയ്ക്കറിയാം. അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ട. ഈ മകളും അതുപോലെ തന്നെയാണ്. ആ അമ്മ കാണിക്കുന്ന സ്നേഹം തന്നെയാണ് ഈ മകളും പരിശുദ്ധ അമ്മയോടും ഈശോയോടും കാണിക്കുന്നത്. അതുപോലെ തന്നെ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനുമുള്ള ആ ശ്രമം കുടുംബം മുഴുവനും എല്ലാവരും പത്രം കൊടുക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ബൈബിൾ വായിക്കാനും പഠിക്കുവാനും എഴുതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമുള്ള ആ തീഷ്ണത, അതും ദൈവത്തിന് കൊടുക്കുവാനുള്ള നമ്മുടെ ഒരു സ്നേഹമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, വിശേഷവിധിയായിട്ട് നാം എന്താണ് കൊടുക്കുന്നത്? നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോൾ നാം എന്താണ് ഈശോയ്ക്ക് കൊടുക്കുന്നത്? ഒരു പക്ഷേ നമ്മളെടുക്കുന്ന ആ സ്നേഹവും ആ വാത്സല്യവും മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, ആ ആക്ഷൻസ്, അതായത് കാരുണ്യ പ്രവൃത്തികളും അറിയാത്തവരെ അറിയിക്കാനുള്ള ആ തീഷ്ണതയും ഈശോയെ മഹത്വപ്പെടുത്തുവാനുള്ള ഓരോ ചാൻസും അവോയ്ഡ് ചെയ്യാതെ ഓരോ ചാൻസും ഉപയോഗിക്കുകയാണ് ഈ മകൾ പറഞ്ഞത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈശോയും അമ്മയും കഴിഞ്ഞു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ചാൻസും പാഴാക്കാറില്ല. ദൈവത്തിന് ആദ്യത്തെ സ്ഥാനമാണ്, ബാക്കിയുള്ളതെല്ലാം നമുക്ക് നൽകപ്പെടുമെന്നാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ സ്ഥാനങ്ങൾ നൽകാം. ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിക്കുന്നു. നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ എല്ലാ ഭാരങ്ങളും ആ കരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥം വഴി നമ്മെ ആ അമ്മ തന്നെ പുത്രനിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടതകളിൽ കൂടെയുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം കൃപാസനം ഉടമ്പടി വഴി നമുക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കലാകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.